ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ടാണ്. ഈ പറയുന്ന വിസ തട്ടിപ്പ്. സോ ഗൈസ്, നമ്മൾ ഒരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചു. നീരജ് അമ്മൂസിന്റെ കേസ് ഇപ്പോൾ നാട് മുഴുവൻ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. സകലിടത്തും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ചെറുതു മുതൽ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ ഇതിനെക്കുറിച്ച് വീഡിയോ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊരു ചോദ്യം വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വീഡിയോ ചെയ്യാത്തത്? സകല തട്ടിപ്പുകളെക്കുറിച്ചും വീഡിയോ ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് നിങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? അവൾക്ക് ഫേവർ ചെയ്യുകയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ നാട്ടിലെ ചെറിയ ഇൻഫ്ലുവൻസേഴ്സ് തൊട്ട് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സ് തൊട്ട് വലിയ ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും വരെ വീഡിയോ ചെയ്ത വിഷയം നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ എന്തുകൊണ്ടും മിണ്ടാതിരിക്കുന്നു? UK ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഇത് കണ്ട് മിണ്ടാതിരിക്കുകയാണോ? അവരെ സപ്പോർട്ട് ചെയ്യുകയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. പിന്നെ ഒരു ഓപ്പൺ വെല്ലുവിളി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചൊരു വെല്ലുവിളി അങ്ങോട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീരജനെ വിളിച്ചു, അതുപോലെ തന്നെ UK എക്സ്പ്രസിനെ വിളിച്ചു. രണ്ടുപേരെടുത്തും ഞാൻ പറഞ്ഞു, ഒറ്റ ലൈവ് പ്ലാറ്റ്ഫോമിനകത്ത്, ഒറ്റ സ്ട്രീമിങ്ങിനകത്ത്, ഒറ്റ പ്ലാറ്റ്ഫോമിനകത്ത് UK എക്സ്പ്രസും നീരജ് അമ്മൂസും ഈ ബാൻ കിട്ടി എന്ന് പറഞ്ഞ വ്യക്തിയും അതോടൊപ്പം തന്നെ 2-3 സോഷ്യൽ ആക്ടിവിസ്റ്റും കൂടി നിങ്ങൾക്ക് ലൈവിൽ വരാൻ താല്പര്യമുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നെല്ലും പതിരും നമുക്ക് തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നീരജ് അമ്മൂസ് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി മെഴുകാനുള്ളതൊക്കെ മെഴുകി, ഇനി പ്രത്യേകിച്ച് ഒന്നും മെഴുകാനില്ല. അത് മാത്രമല്ല, ഇനി ഞാൻ വന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ആൾക്കാർ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അത്രത്തോളം നാറിയിരിക്കുകയാണ്, സകല സ്ഥലത്തും എത്തിയിരിക്കുകയാണ്. ആ വീട്ടുകാർക്ക് പോലും ഇപ്പോൾ ഉപദ്രവമായിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അത്രയും കമന്റുകളും തെറിവിളികളൊക്കെ വീട്ടുകാർക്കെതിരെ വരുന്നു എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലസൻ UK എക്സ്പ്രസിന്റെ തീർച്ചയായിട്ടും ഈ ലൈവിന് വരാം, സ്ട്രീമിന് വരാം, ഓപ്പൺ ആയിരുന്ന് നമുക്ക് സംസാരിക്കാം എന്നുള്ള കാര്യം ബ്ലസനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നീരജ് അമ്മൂസ് ഇല്ലാത്തതുകൊണ്ട് ബ്ലസൻ അതിനകത്ത് പിന്മാറുകയും ചെയ്തു. അപ്പോൾ ഇനിയും അവസരമുണ്ട്, നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വെല്ലുവിളി നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം. ലൈവ് നമ്മൾ സെറ്റ് ചെയ്യും, 2 ടീമുകളും. ഇനി ആരെങ്കിലൊക്കെ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും ലൈവിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എങ്കിലും ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 സൈഡ് നമ്മൾ കേട്ടു. സോ നമുക്കൊരു ഇതിനകത്ത് മനസ്സിലായ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചു. അതായത് 2 സൈഡും, ഇപ്പോൾ ബ്ലസന്റെ സൈഡിൽ നിന്നുള്ള കുറെ വോയിസ് ക്ലിപ്പുകളാണ്, ബ്ലസൻ അയച്ചു തന്നിട്ടുള്ള കുറെ വോയിസ് ക്ലിപ്പും പരിപാടികളാണ്. നീരജ് അമ്മൂസ് സൈഡിൽ നിന്നുള്ള പ്രതികരണം ഓൾറെഡി യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം കിടപ്പുണ്ട്. എന്താണ് പറയുന്ന കാര്യങ്ങളെല്ലാം അതിന്റെ ഇൻട്രോ ആണ് അപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. വീഡിയോ കുറച്ച് ലെങ്തി വീഡിയോ ആണ്, താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. പിന്നെ ഒരാളും സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടോ നോട്ടിഫിക്കേഷൻ ഒന്നും സഹായിക്കണ്ട. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി അതാവോ എന്നുള്ളൊരു പേടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുറെ വർഷങ്ങളായിട്ട് നമ്മൾ ഇതേപോലുള്ള സ്കാമുകളും കാര്യങ്ങളും എക്സ്പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പലപ്പോഴും ഞാൻ ഇൻഫ്ലുവൻസേഴ്സിന് വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഒരു ഇൻഫ്ലുവൻസർ UK ഇതേപോലെ ഒരു വീഡിയോ ചെയ്തു ഒരു തട്ടിപ്പുകാർക്ക് വേണ്ടി വിസ ഉണ്ടെന്ന് പറഞ്ഞ്. ആ തട്ടിപ്പിനിരയായ ഇൻഫ്ലുവൻസർ ലാസ്റ്റ് ഞാനൊന്നും ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ആ പുള്ളിക്കാരിക്കെതിരെ വീഡിയോ ചെയ്ത്, തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉത്തരവാദികളാണ്, നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആ തട്ടിപ്പുകാരെ പിടിച്ച് ആ പൈസ പിടിച്ചു കൊടുക്കാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് നമ്മൾ വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെറിയ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും വലിയ പൈസയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനെ പലരും, ഇവിടെ അറിയാലോ ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വല്ല പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് പൈസക്കാരാവാം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കുഴി മാറുന്ന ഒരു പരിപാടിയാണ്. അതാണ് ഇപ്പൊ നീരജ് അമ്മൂസിന് ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു ഇടനിലക്കാരി കളിക്കാൻ ശ്രമിച്ചു, പാളിപ്പോയി. ഇതേപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള പലരുടെയും ഉദാഹരണങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിരന്തരമായിട്ട് വീണ്ടും ആളുകൾ വഞ്ചിക്കപ്പെടുന്നു, പറ്റിക്കപ്പെടുന്നു എന്നുള്ളത് ഇൻഫ്ലുവൻസേഴ്സിന്റെ മാത്രം കുറ്റമല്ല. സോ നിങ്ങളും കുറ്റക്കാരാണ്. അതിനകത്ത് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഇപ്പോഴും ഒരുപാട് പേര് ഏതെങ്കിലും സ്റ്റോറി വാട്സപ്പിൽ വന്നാലോ ഇല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് വന്നാലോ ഈ ടെലിഗ്രാമിൽ മെസ്സേജ്, ഇപ്പോഴും ആളുകൾ പൈസ കൊണ്ട് കൊടുക്കാൻ റെഡിയാണ്. ഏതെങ്കിലും ഒരാൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ വീട് വരെ വിറ്റ് പൈസ കൊടുക്കുന്ന ആളുകളാണ്. പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്തെങ്കിലും ഈ പരിപാടികളൊക്കെ കാണിച്ചിട്ട് അവർ കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ചിലർ വിചാരിക്കുന്നു അവർ ഭയങ്കര ട്രസ്റ്റബിൾ ആണ് അല്ലെങ്കിൽ ട്രസ്റ്റ് ആണ് എന്ന് വിചാരിക്കുന്ന സംഭവം ഈ വിദ്യാസമ്പന്നരായ മലയാളികളെങ്കിലും ചെയ്യാതിരിക്കുക. കാരണം ഇനിയും പറ്റിക്കപ്പെടാനായിട്ട് മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കിയുണ്ട്. ഇനി ഇപ്പം ഈ ഇൻഫ്ലുവൻസേഴ്സ് കഴിഞ്ഞ് ഇനി പുതിയ വേർഷൻ ഇൻഫ്ലുവൻസേഴ്സ് വരും, അവരുടെ പുറകിലും നിങ്ങൾ പോകും. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരെ ഒരു കാരണവശാലും ഇപ്പൊ എൻ്റെ വിസ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്യുക, അവന്റെ വിസ അവൻ തന്നെ കൊണ്ടുപോയിട്ട് എടുത്താൽ മതി എന്നുള്ള രീതിയിൽ വിചാരിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് UK ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോ ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കാരണം
നിങ്ങൾക്ക് ഉണ്ടായ തെറ്റിദ്ധാരണ സോറി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് നീരജയുടെ വീഡിയോ കണ്ട് ഒരു പോസ്റ്റ് ഇടുന്നത് അനീഷ് എബ്രഹാമാണ്. നീരജ തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. നീരജയ്ക്ക് ഏതൊക്കെയോ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇത് ഈ ഒരു കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനനുസരിച്ച് അതിനൊരു പ്രിക്വേഷൻ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി വീഡിയോ ചെയ്തത്. പക്ഷെ അത് ഉൾട്ടയടിച്ച് പുള്ളിക്കാരിക്ക് തന്നെ പണി കിട്ടി. അതിനെ തുടർന്നിട്ട് ആദ്യം അനീഷ് ഏട്ടൻ വീഡിയോ ഒരു പോസ്റ്റ് ഇടുന്നു, അതിനെ തുടർന്ന് നമ്മളൊരു വീഡിയോ ഇടുന്നു, പേരും ഡീറ്റെയിൽ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ആൾക്കാരൊക്കെ ജഡ്ജ് ചെയ്ത് വളരെ കറക്റ്റായിരുന്നു. അത് കഴിഞ്ഞ് ഒരു സുഹൃത്ത് വീഡിയോ സഹിതം പുറത്തു വിട്ടു. അപ്പോൾ ഫോട്ടോ സഹിതം പുറത്തു വിട്ടു. അത് ഒരുപാട് പേര് ഏറ്റെടുത്തു. അത് പിന്നെ നമുക്കറിയാമല്ലോ, നാട്ടിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ യൂട്യൂബേഴ്സും അതൊരു വിഷയമാക്കി. തീർച്ചയായിട്ടും അതിനകത്ത് വിഷയമാക്കാനുള്ള കാരണങ്ങളുണ്ട്. കാരണം ആ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരി തന്നെ കുറ്റങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതായത് അറിഞ്ഞോ അറിയാതെയോ ആണ് എനിക്ക് പുള്ളിക്കാരി അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ചെയ്യില്ല, അതൊന്നും അറിയാതെ ചില കാര്യങ്ങൾ വായിവിട്ടു പോയി. അത് ശരിക്കും പണിയായി അത് ഏറ്റെടുത്തു സോഷ്യൽ മീഡിയ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വലിയ എൻ്റെ ഒരു പ്ലാനിലൊരു മാറ്റം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെയൊക്കെ ഞാൻ ലൈവിന് ക്ഷണിച്ചെങ്കിലും ബ്ലസ്സിനും നീരജ് ഇല്ലാത്തതുകൊണ്ട് ബ്ലസ്സൻ ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഇത് ഒരു ലോഡ് വോയിസ് ക്ലിപ്പുകളും കുറേ തെളിവുകളും അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പുറത്തുകൾ വരുന്നുണ്ട്. അതൊക്കെ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ 2 ദിവസം കാണിക്കേണ്ടി വരും. അപ്പോൾ ഞാനത് കാണിക്കാതെ ഞാൻ ആക്ച്വലി UK എക്സ്പ്രസിൻ്റെ ബ്ലസ്സനെ ഞാൻ ആക്ച്വലി ഈ ഒരു സ്ട്രീമിലേക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കൊണ്ടുവരുവാണ്. നീരജനെ വിളിച്ചു, നീരജ വന്നില്ല. ഇനിയിപ്പോൾ ഇത് കാണുന്ന അമല് നിനക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിലും നിനക്ക് വരാം. നിങ്ങൾ 3 പേരുമായിട്ടുള്ള ഒരു വീഡിയോ നെല്ലും പതിരും തിരിച്ചറിയുന്ന രീതിക്ക് ഒരു സംഭവം കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ട് ഇതിനകത്ത്. എങ്കിലും നമ്മൾ ബ്ലസ്സനെ വെച്ചിട്ടുള്ള ഒരു ഫുൾ വീഡിയോ നമ്മൾ ചെയ്യുകയാണ്. എന്താണ് ആക്ച്വലി ലാസ്റ്റ് നീരജ് ചെയ്ത വീഡിയോയുമായിട്ട് ഇതിന് ബ്ലസ്സൻ എന്താ പറയാനുള്ളത്, കുറേ ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ട്, അതവിടെ ചോദിക്കുന്നതായിരിക്കും. സോ തന്നെ തുടങ്ങാം. നീരജയുടെ ഇപ്പോഴത്തെ വീഡിയോ നമ്മളെല്ലാവരും കണ്ടു. 1.5 കോടി രൂപയുടെ കഥയാണ്. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് UK എക്സ്പ്രസ് എങ്ങനെയാണ് നീരജയിലേക്ക് എത്തുന്നത്? ഓക്കെ, നീരജ സ്റ്റോറി ഇട്ടിട്ടാണോ എന്താണ് നിങ്ങളുടെ ആദ്യത്തെ? നമുക്ക് അങ്ങനെ അത് തുടങ്ങാം. എങ്ങനെയാണ് UK എക്സ്പ്രസ് നീരജയിലേക്ക്? കാരണം നീരജയായിട്ടൊരു ഒരു കൊളാബ് മുന്നേ ചെയ്തിട്ടുണ്ട്. എന്താണ് നീരജയായിട്ടുള്ള ബന്ധം അതിനകത്ത്? ബ്രോ, 2023 മാർച്ച് 27 നീരജയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കുന്നത് ഈ കൊളാബിന്റെ കാര്യം ചോദിച്ചു. കാരണം നമ്മളപ്പം സ്റ്റുഡന്റ് വിസ അത്യാവശ്യം ചെയ്യുന്നുണ്ടായിരുന്നു, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആയിരുന്നല്ലോ ആ സമയത്ത്. അത് പ്രകാരം ആ സെപ്റ്റംബർ 2023 സെപ്റ്റംബർ ഇൻടേക്കിന്റെ ഒരു പെയ്ഡ് കൊളാബ് ചെയ്യാൻ വേണ്ടിയാണ് നീരജനെ ഞാൻ ആദ്യമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. നീരജ അതെനിക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്നു, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ചെയ്തു തന്നു. പേയ്മെന്റ് കൊടുത്ത് പെയ്ഡ് കൊളാബ് തന്നെയാണ് ചെയ്തത്, അത് ചെയ്തു തന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതിനുശേഷം ഏപ്രിൽ മാസം ഇത് കഴിഞ്ഞ് ഈ കൊളാബിന്റെ ശേഷം ഏപ്രിൽ മാസം എന്നോട് ചോദിക്കുന്നുണ്ട്, നീരജ സ്റ്റുഡന്റ് വിസയൊക്കെ നിങ്ങൾ ചെയ്യുമോ, ഞാൻ റെഫറൻസ് തന്നാൽ കാൻഡിഡേറ്റ്സ് ഉണ്ടോ? നെറ്റ്വർക്കിന്റെ ടാസ്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, പറഞ്ഞു കണ്ടിന്യൂ ചെയ്തു. അയ്യോ, ബഫർ ചെയ്ത് വരിക, അതിനകത്തേക്ക് ബഫർ ചെയ്ത് കയറി വരുവാണ്. റെക്കോർഡ് ചെയ്യുന്നതിന് അതിൽ ബഫറിംഗ് വരുന്നുണ്ടോ? റെക്കോർഡ് ചെയ്ത ഫയലിലും ബഫറിംഗ് കാണിക്കുന്നുണ്ടോ? ഇല്ല, അത് ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല ആക്ച്വലി. ശേഷം ചെക്ക് ചെയ്യാന്നുള്ള പ്ലാനിലാണ്. എന്തായാലും കുഴപ്പമില്ല ബ്രോ, കണ്ടിന്യൂ ചെയ്തു. എന്തായാലും കണ്ടിന്യൂ ചെയ്തു ബ്രോ, കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ? അല്ല, റെക്കോർഡ് ചെയ്തതിന് അതിൽ ബഫറിംഗ് വരുന്നുണ്ടോ ബ്രോ? അത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും ചെക്ക് ചെയ്യാൻ പറ്റുന്നത് അതിനകത്ത്. ഇപ്പം ആദ്യം മേടിച്ച സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് നോക്കണം. എന്തായാലും കുഴപ്പമില്ല ബ്രോ, കണ്ടിന്യൂ. വേറെ എന്തെങ്കിലും ഗൂഗിൾ മീറ്റ് ഒക്കെ റെക്കോർഡ് ചെയ്താലോ? അത് റെക്കോർഡ് ചെയ്യാൻ ടാസ്ക് ആണ്. ഇത് എത്ര പേര് റെക്കോർഡ് ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് അതിനകത്ത്. എന്തായാലും ഓക്കെ, ഇപ്പൊ കണ്ടിന്യൂ ചെയ്തോളൂ. ഫ്ലോ പോയി അങ്ങോട്ട് എടുത്തോ. ബ്രോ, അതായത് മാർച്ച് മാസം ഒരു 27 ഞാൻ നീരജനെ കോൺടാക്ട് ചെയ്തത് 2023 മാർച്ചിൽ. അതുവരെ നമ്മുടെ UK എക്സ്പ്രസ് എന്ന് പറയുന്ന സാധനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. വേറെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ സ്റ്റുഡന്റ് വിസയാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിനൊപ്പം തന്നെ നമുക്കൊരു വേറൊരു ടീം വഴി നമുക്ക് ഇവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കെയർ ഹോമിലേക്ക് ഓൾമോസ്റ്റ് ആ കെയർ ഹോമിന്റെ ഒരു വലിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ ഏതാണ്ട് ഒരു 4-5 കെയർ ഹോമിലെ ഓൾമോസ്റ്റ് ഒരു ഇപ്പോഴും അവിടെ വർക്ക് ചെയ്യുന്ന ഒരു 60% സ്റ്റാഫിനെ UK എക്സ്പ്രസ്സിലുമാണ് റിക്രൂട്ട് ചെയ്തത്. അത് നമ്മൾ അവർക്ക് നമ്മൾ കൊടുക്കുന്നത് അവർ ട്രെയിൻ ചെയ്ത് എല്ലാം പ്രോപ്പർ ആക്കി ചെയ്ത് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം വളരെ ഭംഗിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മാർച്ച് 27 നീരജനെ ഞാൻ ഒരു പെയ്ഡ് കൊളാബിന് വേണ്ടി കോൺടാക്ട് ചെയ്യുന്നത്. സ്റ്റുഡന്റ് വിസയുടെ കാര്യത്തിന് നീരജ് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് എനിക്ക് ചെയ്തു തന്നു. എന്റെ പേയ്മെന്റ് ഞാൻ കൊടുത്തു, എല്ലാ കാര്യങ്ങളെല്ലാം തീർത്തു. അതിനുശേഷം ഏപ്രിലിൽ നീരജ എന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. നീരജയ്ക്ക് ഒരുപാട് എൻക്വയറി വരുമല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് ആണല്ലോ. അപ്പം
എൻക്വയറി വരില്ല. അപ്പൊ അതെ. എൻക്വയറി നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അത് ഞാൻ ബോത്ത് രണ്ടുപേർക്കും ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഏതൊരു രീതിയിൽ അത് കൈകാര്യം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെന്താ, ഞങ്ങൾക്കും ബെനിഫിറ്റ് ആണ്, നീരജയ്ക്ക് ബെനിഫിറ്റ് ആണല്ലോ. അപ്പോൾ ആ രീതി ഞാൻ പറഞ്ഞു ഓഫ് കോഴ്സ് നമുക്ക് ചെയ്യാം, നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് ഉം. ചെയ്യാമെന്ന് പറഞ്ഞു. നീരജ് ഓക്കെ പറഞ്ഞു. എനിക്ക് കുറച്ച് സ്റ്റുഡൻസിന്റെ റെഫറൻസ് കോൺടാക്ട് നമ്പറൊക്കെ ഇട്ട് തരുകയും ചെയ്തിരുന്നു. ആ, ഉം. അങ്ങനെ പോവാണ്. ആ സമയത്താണ് എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മെയ് 31 തീയതിയാണ് നീരജ ഒരു സ്റ്റാറ്റസ് ഇടുന്നത്. വാട്സാപ്പിലാണ് സ്റ്റാറ്റസ് ഇടുന്നത്. അപ്പൊ അതിന് Alright. മുമ്പത്തെ ആ. ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ നീരജ വളരെ നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് പോകുന്നു. വേറെ നല്ല രീതിയിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അത്യാവശ്യം റീച്ചും ഉം. കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇങ്ങനെ അപ്പൊ നമുക്കൊരു ഉം. ട്രസ്റ്റ് ഓൾറെഡി ബിൽഡ് ആവുകയാണ് അവിടെ. കാരണം നമ്മൾ അതിന് മുമ്പ് ഒരു ഓക്കെ. ഡീൽ ചെയ്തു, അത് പ്രോപ്പറായിട്ട് ചെയ്തു, ഒരു ട്രസ്റ്റ് അവിടെ ബിൽഡ് ആയി ഓക്കെ. ഓൾറെഡി. അങ്ങനെ ഉം. ഒരു സ്റ്റോറി കണ്ടു. അപ്പൊ ഞാൻ ഇൻ കൺട്രി ഓർ ഔട്ട് കൺട്രി ഏതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എനിക്ക് അതിന്റെ ഡീറ്റെയിൽ ആ. ആയിട്ട് 5 ഇയേഴ്സ് COS ആണ്, ഇന്നതാണെന്ന് പറഞ്ഞ ഒരു ഉം. സപ്പോർട്ട് വർക്കിന്റെ ആണ് എനിക്ക് ആദ്യം അയച്ചു തരുന്നത്. അപ്പൊ ഞാൻ ഓക്കെ. പറഞ്ഞു സപ്പോർട്ട് വർക്കിന്റെ ആണ് വേണ്ട, നമുക്ക് കെയർ ഹോം എല്ലാം ആണെങ്കിൽ നമുക്ക് ഉം. നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതിലേക്ക് ഓക്കെ. എത്താനുള്ള ഒരു റീസണോടെ ഞാൻ വേണം വ്യക്തമാക്കി പറഞ്ഞേക്കാം. കാരണം എന്താണെന്ന് ആ. ചോദിച്ചാൽ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരുന്ന ഹോം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആ ഹോമായിട്ട് മാത്രം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഹോമിന്റെ അതെ. ലൈസൻസിൽ ഒരു ചെറിയ പ്രശ്നം പറ്റി. അപ്പൊ ഒരു ഫസ്റ്റ് Alright. ബാച്ച് ആ. അവിടെ കംപ്ലീറ്റ് ആയി, സെക്കൻഡ് ബാച്ച് നമ്മൾ ചെയ്തു, തേർഡ് ബാച്ച് ഉം. എല്ലാം റെഡിയായി, എല്ലാ കാര്യങ്ങളും അവിടെ ട്രെയിനിങ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഓക്കെ. കുറച്ച് പേരുടെ എന്തോ COS ഇഷ്യൂ ആയി. വിസ ആപ്ലിക്കേഷൻ സോളിസിറ്റർ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവരുടെ ലൈസൻസ് നഷ്ടപ്പെടുന്നത്. ഉം. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ ഓക്കെ. കാൻഡിഡേറ്റ്സ് ഈ തേർഡ് ബാച്ചിൽ ഇത്ര ഒരു 10-20 പേരോളം വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇവര് ഇങ്ങനെ വെയിറ്റ് ഓക്കെ. ചെയ്ത് നമുക്ക് ഒരു ആദ്യം ഉണ്ടല്ലോ, നമുക്ക് എന്താ പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് നല്ല ആദ്യം നമ്മൾ വിചാരിച്ചു ഇത് ഈ അതെ. രീതിയിൽ എങ്ങനെയും സോർട്ട് ചെയ്യാമെന്ന് കരുതിയിട്ട് കൂടെ ഒരു മൈൻഡ് ആ ഒരു കാര്യം ഇരുന്നുകൊണ്ടാണ് നീരജനെ ഞാൻ ഇത് ഓക്കെ. കണ്ട ഉടനെ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തതും നീരജ് എന്നോട് പറഞ്ഞു ഉം. ചെയ്യാം. എന്നോട് ആദ്യം പറയുന്നത് 20 വേക്കൻസി ഉണ്ട് എന്നാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ. എന്ന് ഞാൻ പറഞ്ഞു. അതിന് ശേഷം പറഞ്ഞു ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഏതോ ഒരിടത്ത് ഒരു 8 വേക്കൻസിയുടെ കാര്യം എന്നോട് പറയുന്നുണ്ട്. ആ. 1 തീയതി എന്നെ വിളിച്ചിട്ടുണ്ട്, എനിക്ക് മിസ് കോൾ ഉണ്ട്. അതിന് ശേഷം എന്നോട് പറയുന്നു ഇതുപോലെ കാര്യങ്ങൾ പറയുന്നു. ഞാൻ ഇപ്പം 8 ഉം. വേക്കൻസി, അപ്പൊ എന്നോട് പറഞ്ഞ 8 ഫയൽ, അങ്ങനെ ഞാൻ ഫയൽ ഇടുന്നു. അപ്പൊ 8 ആ. കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പൊ 8 പേരുടെയും പേയ്മെന്റ് 1 ലക്ഷം 1 ലക്ഷം അല്ല 1000 പൗണ്ട് വീതം ഇടാൻ പറഞ്ഞു. അതിൽ അമൽദേവിന്റെ ഓക്കെ. പറഞ്ഞ അക്കൗണ്ടാണ് എനിക്ക് തരുന്നത്. അപ്പം Alright. അന്നത്തെ പൗണ്ട് റേറ്റ് ഏതാണ് 103.10. അത് വീതം 8 പേരുടെ ഉം. എല്ലാം കൂടെ 8,24,800 രൂപ കമ്പനി ആ. അക്കൗണ്ടിൽ നിന്ന്, UK എക്സ്പ്രസിന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് നീരജയ്ക്കല്ല സോറി, നീരജ് തന്ന അക്കൗണ്ടിലേക്ക് അമൽദേവിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അമൽദേവിന് കൊടുത്തു. ഓക്കെ. കൊടുക്കുന്നു. അതിനുശേഷം ഞാൻ ഒരു 8 ഫയൽ ഞാൻ നീരജയ്ക്ക് അയച്ചു കൊടുക്കുന്നു. ഉം. 8 ഫയൽ ഇങ്ങനെ അയച്ചു കൊടുത്ത് ഇങ്ങനെ അതിന് പറയുന്നു അതിന്റെ അപ്ഡേറ്റുകൾ വരും, 2 വീക്കിനുള്ളിൽ എന്റെ ഉം. പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ വരും എന്ന് പറയുന്നു. അങ്ങനെ നിൽക്കുന്ന ഓക്കെ. സമയത്ത് അതിനകത്തിൽ എന്തോ ഒരു ഫയൽ റീപ്ലേസ് ചെയ്തു, ഒരാൾ എന്തോ മാറ്റി, ഞാൻ 1-2 പേരെ മാറ്റി, വീണ്ടും 8 ഫയൽ തന്നെ ഉള്ള രീതി ഞാൻ കൊടുത്ത് ഓക്കെ. ആ മാറ്റുന്ന ഉം. സമയം പറഞ്ഞപ്പോൾ മുതൽ തന്നെ നീരജ് ഞാനൊന്നും ഇങ്ങനെ ചെറിയ ഞങ്ങൾ രണ്ടും എന്തോ എനിക്ക് അറിയാൻ പാടില്ല, ഇങ്ങോട്ട് എനിക്ക് ഞങ്ങൾ ഇടക്കിടക്ക് ഉടക്കിയായിരുന്നു പറഞ്ഞൊരു ഓക്കെ. Alright. ആ. സുഖകരമല്ലാത്ത സംഭാഷണം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായി. കാരണം ഫയൽ ഓക്കെ. മാറ്റാൻ ഉം. പറഞ്ഞ സമയത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. ഉം. അതിനുശേഷം എന്തിനാണ് ഫയൽ മാറ്റാൻ പറഞ്ഞത്? എന്താ റീസൺ? ആദ്യം ഒരു 8 ഫയൽ കൊടുത്തിരുന്നു. പക്ഷെ അതിന് എന്തോ ഒരു ഡിലേ ആ. വന്നു. അപ്പം അതിലെ ഓൾറെഡി ഞാൻ പറഞ്ഞില്ല, മറ്റിടത്ത് പെൻഡിങ് കിടക്കുന്ന ഫയലായിരുന്നു ഞാൻ ഇവിടെ കൊടുത്തത്. അതെ. ആ ആ. സമയത്ത് അതിനകത്ത് 1-2 പേര് അവർക്ക് റീഫണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിന്നു. അങ്ങനെ നിന്നപ്പോഴത്തേനും ഞാൻ അത് Alright. മാറ്റിയിട്ട് വേറൊരു ഫയൽ ഉം. 2 കൊടുത്തു. അങ്ങനെ എല്ലാം കൂടെ ഒരു 8 ഫയലായിട്ടാണ് നിൽക്കുന്നത്. 8 ഫയൽ Alright. കൊടുത്തു. ആ. അങ്ങനെ നിന്ന സമയത്ത് ജൂൺ 11 തീയതി, എക്സാക്ട് പറഞ്ഞാൽ ആ. ജൂൺ 11 തീയതി എനിക്ക് ഓഫർ ലെറ്ററുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഏതാണ്ട് 1, 2, 3, 4, 5, 6, 7, 8 ഓഫർ ലെറ്ററുകൾ നീരജയുടെ ഓക്കെ. സൈഡിൽ നിന്ന് എനിക്ക് അയച്ചു തന്നു. 8 ഓഫർ ഉം. ലെറ്റർ അയച്ചു തന്നു. ആ. ബെത്ത് ഹോംസ് എന്ന് പറയുന്ന ഒരു ഓഫർ ലെറ്റർ ആണ് അയച്ചു തന്നിരിക്കുന്നത്. വേണം ഞാനത് ഇത് കഴിയുമ്പോൾ ഞാനത് ഓക്കെ. ഷെയർ ചെയ്യാം. ഞാനത് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ആ ആ. സാധനങ്ങൾ ഞാൻ ഷെയർ ചെയ്ത് ഓക്കെ. തരാം. ഓഫർ ലെറ്റർ ഓക്കെ. അപ്പം ഒരു 8 ഓഫർ ലെറ്ററുകൾ തന്നു. ബെത്ത് ഹോംസ് എന്നാണ് ഉം. അതിന്റെ സ്റ്റോക്ക് കോൺട്രാക്റ്റിലുള്ള ബെത്ത് ഹോംസ് എന്ന് പറഞ്ഞാണ് തന്നത്. പക്ഷെ ഞാൻ ഓക്കെ. അതിന് ശേഷം ഇതിങ്ങനെ കമ്പനി ഹൗസിലൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പൊ കമ്പനി ഹൗസിലൊക്കെ നോക്കിയപ്പം ഇത് സപ്പോർട്ട് ലിവിംഗ് സെന്റർ ആണ്, കെയർ ഹോം അല്ല. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ തന്നെ ഞാൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ. ബെത്ത് ഹോം സപ്പോർട്ട് ലിവിംഗ് ആണല്ലോ, കെയർ ഹോം അല്ലല്ലോ എന്ന് ഉം. ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഉം. ഇല്ല, അത് ശരിയാക്കാം, സോർട്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ Alright. അതിനുശേഷം എന്നോട് ഫോൺ കോൺവെർസേഷനിൽ പറയുന്നു പേയ്മെന്റ് ഉം. പൗണ്ടിൽ തന്നെ വേണം. മറ്റേത് ആദ്യത്തെ പേയ്മെന്റ് നമ്മൾ നാട്ടിൽ INR കൊടുത്തേ, ഓക്കെ. പേയ്മെന്റ് പൗണ്ടിൽ തന്നെ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു ഉം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ തരാമെന്ന് പറയുന്നു. അക്കൗണ്ടിൽ തരാം ഉം. എന്ന് പറയുന്ന സമയത്താണ് എനിക്ക് ഒരു മെസ്സേജ് വരുന്നത്, മാക്സിമം എല്ലാ മണിയും ലിക്വിഡ് ആയിട്ട് ഇന്ന് നൈറ്റിനുള്ളിൽ തരാൻ പറ്റുമോ നോക്കാൻ പറ. പക്ഷെ എനിക്ക് ഓക്കെ. തോന്നുന്നു ഇത് അവരെന്തോ നീരജ് അയച്ച മെസ്സേജ് വല്ലതും എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് തന്നു. കാരണം എന്നെ ഡാന്ന് നീരജ് മുമ്പ് വിളിച്ചിട്ടില്ല. സോ ചിലപ്പോൾ ഇല്ല. ഓക്കെ. അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്തായിരിക്കും ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഉം. എനിവേ എനിക്ക് നീരജയുടെ അടുത്തു നിന്നാണ് ആ ഇത് വരുന്നത്. ഞാൻ ആ. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഓൾറെഡി ഷെയർ Alright. ചെയ്തതാണ്. ഈ പൈസ ലിക്വിഡ് ഓക്കെ. ആയിട്ട് വേണമെന്നുള്ളത് നീരജയുടെ സൈഡിൽ നിന്നാണ് അതെ. എനിക്ക് അതെ. വരുന്നത്. ഓക്കെ. അതെ. അതെ. അതിനുശേഷം ഞാൻ ഈ ബെത്ത് ഹോംസിന്റെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ എന്തോ ഒരു വശവശമുണ്ട്. ബെത്ത് ഹോംസ് അല്ല, സപ്പോർട്ട് ലിവിംഗ്. അപ്പൊ അതൊക്കെ ഇങ്ങനെ ആ. സംസാരിച്ചിരുന്നപ്പോൾ എന്നോട് പറയുന്നില്ല, അത് അവരുടെ മിസ്റ്റേക്ക് ആണ്, അത് ക്ലിയർ ചെയ്യാം.
എന്നിട്ട് കറക്റ്റ് COS തരുന്ന സമയത്ത് ഓഫർ ലെറ്റർ അവർ വേറെയാണ് തന്നത്. ഞാൻ ഓഫർ ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് വേറെയാണ് തന്നത്. COS തരുന്ന സമയത്തെല്ലാം പ്രോപ്പറായിട്ട് തന്നെ തരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ ഓക്കെ ഓൾറെഡി നമ്മുടെ ഈ ഇതിന്റെ ഇടയിൽ ഇങ്ങനത്തെ പല ഏജൻസികളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇതൊക്കെ സംഭവിക്കുന്നതുകൊണ്ട് ഞാനതൊരു സാധാരണ പോലെ എടുത്തുള്ളൂ. ഓക്കെ അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന പോലെ ഫയൽസ് ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നു. അതിനുശേഷം ആ ടൈമിലാണ് എനിക്കൊരു അഡ്രസ് വരുന്നുണ്ട്. 33 ഗ്രോവേ HA9 6JS. ഈ അഡ്രസ്സിലാണ് പൈസ ഓക്കെ കൊണ്ടുപോയി 40,000 പൗണ്ട് പൈസ ആയിട്ട് കൊടുക്കാൻ പറയുന്നത്. ഓക്കെ ഓക്കെ അങ്ങനെയാണ് ഈ പൈസ അത് എന്തുകൊണ്ടാണ് അവര് ക്യാഷ് ചോദിച്ചത്? ക്യാഷ് എന്തിനാ ചോദിച്ചത്? അത് അവർക്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ല അവർ പറ്റില്ലല്ലോ. അക്കൗണ്ടിലാണ് ഇവിടുത്തെ UK അക്കൗണ്ടിൽ അല്ല UK വേണമെന്ന് പറഞ്ഞു പൈസ. അവർക്ക് UK ലിക്വിഡ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ ആ മെസ്സേജ് നീരജാണ് എനിക്ക് അയക്കുന്നത്. അപ്പോഴും ഞാൻ കണ്ടു. അപ്പോഴും ഞാൻ നീരജോട് ചോദിക്കുന്നുണ്ട്, നീരജ് അത്രയും പൈസ ഒന്നും നമ്മളെ കൊണ്ട് ഇവിടെ നടക്കത്തില്ല, പൈസ ക്യാഷ് ആയിട്ട് അറേഞ്ച് ചെയ്യാനൊന്നും നടക്കത്തില്ല എന്ന് പറയുന്നു. എന്നിട്ടും നീരജ വീണ്ടും പറഞ്ഞു അങ്ങനെ പറ്റാത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ പൈസ ലിക്വിഡ് ആയിട്ട് നമ്മൾ ബാങ്കിൽ നിന്ന് പോയി ATM നിന്നൊക്കെ എടുത്ത് 2-3 അക്കൗണ്ടിൽ നിന്നായിട്ട് എടുത്ത് നമ്മുടെ ഒരു സ്റ്റാഫാണ് ഉം, ഈ അഡ്രസ്സിൽ ഉം. 33 ഗ്രോവേ എന്ന് പറയുന്നത്, എനിക്ക് വിംബ്ലിയിൽ എന്തോ അഡ്രസ്, ആ അഡ്രസ്സിൽ കൊണ്ടുപോയി. അവിടെ ആരാ വന്നത്? അവിടെ ആക്ച്വലി ആരാ വന്നേ കളക്ട് ചെയ്യാൻ? അവിടെയാണ് അമൽദേവ് ഉണ്ടായിരുന്നത്. ആ വീട്ടിൽ അമൽദേവ്, പിന്നെ എനിക്ക് പിന്നെ അമൽദേവ്, പിന്നെ ഈ നീരജയുടെ വോയിസിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഈ പേരുകൾ കിട്ടിയത്. അമൽദേവിനെ അല്ലാതെ തന്നെ നമ്പർ അയച്ചു തന്നു. അമൽദേവ് എന്ന് പറഞ്ഞ് എനിക്ക് നമ്പർ അയച്ചു തന്നു. അല്ലാതെ ഉള്ളത് അബി എന്ന് പറയുന്ന ഒരാളുടെ പേര് നീരജയുടെ വോയിസിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കിഷോർ. കിഷോർ ചേട്ടൻ എന്ന് പറയുന്നുണ്ട്. ഇത് ഉം, പിന്നെ ഞാൻ ഉം, അന്വേഷിച്ചപ്പോൾ ഇത് ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായി കിഷോർ എന്ന് പറയുന്നത് ഒരു മലയാളി അല്ല. കിഷോർ ഉം. ഒരു വേറെ ഏതൊരു നമ്മുടെ സൗത്ത് ഇന്ത്യ തന്നെ വേറെ ഏതൊരു സ്റ്റേറ്റിലുള്ള ആ ആളാണ്. ഓക്കെ ഓക്കെ, ഓക്കെ അങ്ങനെ ആ പൈസ അവിടെ കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും ഇങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിക്കുന്നുണ്ട്, നീരജയ്ക്ക് മെസ്സേജ് ഇടുന്നുണ്ട്, ഇതുപോലെ വേണം, ഇത്രയും ടൈം എടുക്കുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല ഞാൻ ചോദിക്കട്ടെ, അന്ന് നേരിട്ട് കാണാൻ പോയപ്പോ ഇവിടെ ആരാ മാത്രം? അമല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? അമലാണ് പൈസ കളക്ട് ചെയ്തത്. നമ്മുടെ ഒരു സ്റ്റാഫാണ് പോയത്, ഓക്കെ ഞാൻ അല്ലായിരുന്നു പോയത്. ഓക്കെ ഒരു പയ്യനാണ് പോയത്. അവന്റെ അടുത്ത് നിന്ന് ആ അമൽദേവാണ് ആ പൈസ കളക്ട് ചെയ്യുന്നത്. ഓക്കെ അവിടെ ഓക്കെ അഡ്രസ്സിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അവിടെ ഓക്കെ അത് അമൽദേവാണ്. നീരജ് അറിഞ്ഞിട്ട് തന്നെയല്ലേ കൊണ്ടു കൊടുത്തത് ആ ഒരു അതെ 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 45? അതെ 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 ഓക്കെ അതെ അതെ അതെ. ഓക്കെ അങ്ങനെ 40 ആണ് കൊടുത്തത്. അങ്ങനെ ടോട്ടൽ 48 പോയിന്റ്, അതായത് 48,000 അങ്ങനെ കംപ്ലീറ്റ് ആയി പേയ്മെന്റ്. ആ അതെ ഇത്രയാണ് നീരജ പ്രോപ്പർ നീരജ പറഞ്ഞിട്ട് തന്നെയാണ് ഇത്രയും പേയ്മെന്റ് കൊടുത്തത്. അതിനുശേഷം ഇങ്ങനെ വീണ്ടും സംസാരങ്ങൾ നീണ്ടുപോയി. അതെ അതിനുശേഷം അതാണ് ഇപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 ലക്ഷം എന്താണ് 1.5 കോടി രൂപയുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 1.5 കോടി എങ്ങനെ നീരജയുടെ തലയിൽ വന്നു ഇല്ല, യഥാർത്ഥത്തിൽ? നീരജയുടെ തല ഞാൻ 1.5 കോടി എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. നീരജ എനിക്ക് അയച്ചു തന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഞാൻ എവിടെയും നീരജയുടെ അതെ തലയിൽ 1.5 കോടി എന്നൊരു പദം, ഞാൻ 1.5 കോടി എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഓക്കെ ഈ ടോട്ടൽ എമൗണ്ട് 1.20 ആണ്. അതിനുശേഷം ഓക്കെ നീരജ് തന്നെയാണ് കോൺടാക്ട് നിൽക്കുന്നത്. മറ്റവരായിട്ട് എനിക്ക് യാതൊരു സംസാരമോ ഒരു കോൺവെർസേഷനോ ആ സമയത്തില്ല. ഇവിടെ പൈസ കൊണ്ടുപോയി ഇല്ല. ആ പയ്യൻ കൊടുത്തു, നമ്മുടെ ഒരു സ്റ്റാഫ് പയ്യനോടെ കൊണ്ടുപോയി കൊടുത്തു എന്നല്ലാതെ ഞാൻ അവിടെ ഒരു അല്ല കോൺവെർസേഷനോ ഇല്ല. ഈ നീരജ പറയുന്നത് അത് ഇടയ്ക്ക് വീഡിയോസിൽ പറയുന്നത് കേട്ടു. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫേക്ക് തന്നു. ഓക്കെ, ആ ഈ ആ ഫേക്ക് തന്ന സമയത്ത് ഇവർ നിങ്ങളുടെ അടുത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു പൈസ തിരിച്ചു മേടിക്കാൻ, ഇല്ലെങ്കിൽ റീഫണ്ട് മേടിക്കാൻ. ആ അതിനുശേഷം നിങ്ങൾ നീരജ പറയാന്ന് കേൾക്കാതെ നേരിട്ട് പൈസ കൊണ്ട് കൊടുത്തു എന്നാണ് അല്ല, പറയുന്നത് യഥാർത്ഥത്തിൽ. അങ്ങനല്ല, ഞാനത് വ്യക്തമാക്കാം. നീരജ് ആദ്യം ആ ഓഫർ ലെറ്റർ ഫേക്ക് ആണ് തന്നത്. ആ സമയത്ത് ഈ സംസാരങ്ങൾ ഉണ്ടായി, ഞാൻ നീരജും തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായി. അതിനുശേഷം നീരജ് വീണ്ടും തന്നെ അത് സോൾവ് ചെയ്തു, അവരോട് സംസാരിച്ച് സോൾവ് ആക്കി. അത് COS തരുമ്പോൾ എല്ലാം പ്രോപ്പർ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പേയ്മെന്റ് ചോദിക്കുന്നത് ഡ്രാഫ്റ്റ് COS തരുന്നതിന് മുമ്പായിട്ടാണ്. അതിനുശേഷം ഈ പേയ്മെന്റ് മേടിക്കുന്നത്. അതിനുശേഷം ഡ്രാഫ്റ്റ് COS തരുന്നു. ഈ ഡ്രാഫ്റ്റ് തരുന്നതും ഫേക്ക് ആയിട്ടുള്ളതാണ് തരുന്നത്. അതിനുശേഷം നീരജ എനിക്ക് ജൂൺ 14 നോക്കിയാൽ മനസ്സിലാവും. ജൂൺ 14 ആ അമൽദേവിന്റെ നമ്പർ അയച്ചു തരുന്നു. ഓക്കെ അതിന്റെ അടുത്ത് കൊണ്ടുപോയി പൈസ ഓക്കെ കൊടുക്കാൻ പറയുന്നു. പൈസ ചേട്ട ഓക്കെ എമൗണ്ട് കിട്ടി എന്ന് നീരജ് തന്നെ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് അയക്കുന്നുണ്ട്. ഞാൻ ഓക്കെ ചോദിക്കുന്നുണ്ട്, ഒരു വോയിസ് നോട്ട്, ഞാൻ ആ വോയിസ് നോട്ട് ഉൾപ്പെടെ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ നീരജ പൈസ കിട്ടിയോ, അതുപോലെ അവിടെ ആ പയ്യൻ കൊണ്ടുവന്നിട്ടുണ്ട്, കിട്ടി കാണോ എന്ന്. അന്നേരം നീരജ് പറഞ്ഞു yes, പൈസ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഓൾറൈറ്റ് ഓക്കെ, അതിനുശേഷം ഇങ്ങനെ നീരജ് എനിക്കൊരു ഒരു ഇമെയിൽ ID അയച്ചു തന്നിട്ട് ബെല്ല വിസ്ത ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞൊരു മെയിൽ ID അയച്ചു തന്നു. അതിലേക്ക് CVയും ഓക്കെ കാര്യങ്ങളൊക്കെ, കാൻഡിഡേറ്റ്സിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം അയച്ചത്, അത് ഫില്ല് ചെയ്ത് വെക്കാൻ പറയുന്നു. അതെല്ലാം ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ജൂൺ 23 എനിക്ക് റെഡി ടു ഗോ എന്ന് പറഞ്ഞ് ഇത് അയച്ചു തരുന്നു. ഇത് ഡ്രാഫ്റ്റ് COSന്റെ ഓൾറൈറ്റ് ഇതാണ് എനിക്ക് അയച്ചു തരുന്നത് നീരജ. ഓക്കെ ഇത് ഞാൻ നോക്കിയപ്പോൾ എന്നോട് COS ആണെന്ന് പറഞ്ഞാണ് അയക്കുന്നത്. ഇത് ശരിക്കും അമലല്ല നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരുന്നത്. എല്ലാം ഈ നീരജ ത്രൂ ആണ് ഇതൊക്കെ ഇതെല്ലാം അയച്ചു അയച്ച് തരുന്നത് ഷെയർ നീരജയാണ്. ചെയ്തിരുന്നത്. എനിക്ക് ആ സമയത്ത് അമലുമായിട്ട് യാതൊരുവിധ കോൺടാക്റ്റും ഇല്ല. ഈ പൈസ കൊടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ഒരു സ്റ്റാഫ് പയ്യൻ കൊണ്ടുപോയി കൊടുത്തു എന്നല്ലാതെ എനിക്ക് അതിനകത്തിലോ എനിക്കോ ഞങ്ങൾക്ക് കമ്പനിക്കോ ആർക്കും ഈ പയ്യനോട്, ഈ അമൽദേവിനോട് യാതൊരുവിധ കോൺടാക്റ്റും ഇല്ല. അതിനുശേഷം എനിക്ക് COS അയച്ചു തരുന്നു.
CEO ഇത് അയച്ചിരുന്നു. അപ്പൊ അയച്ചു ഞാൻ പറയുന്നു ഇത് ഡ്രാഫ്റ്റ് ആണല്ലോ, ഇത് മൊത്തം ഇങ്ങനെ ബ്ലർ ചെയ്തിട്ടാണല്ലോ, അപ്പൊ ഞാൻ ഇത് എങ്ങനെ വിശ്വസിക്കുന്നത് ഞാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് പറയുന്നുണ്ട്, ചേട്ടാ എന്നെ ട്രസ്റ്റ് ചെയ്യും, ഞാൻ ഇവിടെ പോകില്ലല്ലോ, അങ്ങനെയൊക്കെ എന്നോട് നീരജ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുന്നത്, ഇങ്ങനെയുള്ള ഒരാള് ആ വോയിസ് ഒന്ന് പ്ലേ ചെയ്യാൻ പറ്റുമോ? അത് സ്ക്രീൻ ഇതാണ്, മീൻസ് ഓക്കെ. മെസ്സേജ് ആണ്, ഞാനത് കാണിച്ചു തരാം. ആ ഞാൻ ഇതാണ് നീരജിനെയും ഞാൻ ലൈവിൽ വിളിച്ചു, കാരണം രണ്ടും എല്ലാം ഒരുമിച്ച് ഇരുന്ന് ക്ലിയർ ചെയ്യാമെന്ന് നീരജ പറഞ്ഞു. സത്യം പക്ഷേ പറഞ്ഞ നീരജ ചാറ്റ് ഫുള്ളിടുന്ന് പറയുമ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം എനിക്ക് നീരജ ദ്രോഹിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ദ്രോഹിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു 2 വർഷത്തിനിടെ ദ്രോഹിക്കാമായിരുന്നു. പിന്നെ നീരജായിട്ടാണ് ഇപ്പോൾ ഒരു അതെ എക്സ്പ്ലനേഷൻ വീഡിയോ കൊണ്ട് വന്നതും കാര്യങ്ങളും ഒക്കെ ഒരു യൂട്യൂബിൽ. അതെ അപ്പോഴാണ് എനിക്കും അതിനകത്ത് കുറെ പാതി കാര്യങ്ങൾ സത്യം, പാതി തെറ്റാണ്. ദേ, അതെ ഞാൻ നീരജോട് പറയുന്നുണ്ട്, മറ്റേത് തന്നപ്പോൾ എനിക്ക് പ്രോപ്പർ ആയിട്ട് തരാൻ. അപ്പൊ നീരജ് എനിക്ക് അയക്കുന്ന മെസ്സേജാണ്, ചേട്ടാ പ്ലീസ് ജസ്റ്റ് പ്രസ് മീ, അത്രയും പ്രഷർ അവർക്ക് കൊടുത്തിട്ട് ഹോം അവസാനം ഇതുവരെ അയച്ചു തന്നിട്ടുള്ളൂ എന്നുള്ള രീതി എന്നോട് പറയുന്നുണ്ട്. അതെ അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് അതുപോലെ ഓക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ള ഒരാളെയാണ് ആദ്യം അയച്ചു തരുന്നത്, അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം അയച്ചു തരുന്നു. പിന്നെ അതിന് ശേഷമുള്ള വോയിസ് ക്ലിപ്പുകളെല്ലാം പുറത്ത് വന്നതാണ് ഓൾറെഡി. ഓക്കെ. ഇതാണ് നീരജ അയച്ചു തന്ന ഫേക്ക് സിഒസുകൾ അല്ലെ? ഡ്രാഫ്റ്റുകളാണ് അയച്ചു തരുന്നത്. ആദ്യം ഓഫർ ലെറ്റർ അയച്ചു തന്നു. ഡ്രാഫ്റ്റുകൾ. ആദ്യം ഓഫർ ലെറ്റർ അയച്ചു തന്നത് ബെത്ത് ഹോംസിന്റെയും, അതിനുശേഷം ഈ അയച്ചു തന്ന കമ്പനി ഏതാണെന്ന് മനസ്സിലാവില്ല, കാരണം അത് അവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ബ്ലർ ചെയ്ത് ആ വെച്ചിരിക്കുന്നു. ആ ഓക്കെ അപ്പൊ ഈ ബ്ലർ ചെയ്തത് കൊണ്ടാണ് ഞാൻ നീരജായിട്ട് വീണ്ടും സംസാരമാകുന്നത്, അതങ്ങനെ അങ്ങനെ ചെയ്ത് ശരിയാവില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഓക്കെ പറയുന്നു. അപ്പൊ എന്നോട് പറയുന്നു, ഓക്കെ. അതിന്റെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ എല്ലായിടത്തും പ്ലേ ചെയ്യണമെങ്കിൽ ഒരു 2 മണിക്കൂർ അതാ 3 അതുകൊണ്ട് മണിക്കൂറിന്റെ അതുകൊണ്ട് ഒരു അതുകൊണ്ട് ഞാനത് ചെയ്യാഞ്ഞത്. അതിനകത്ത്. അപ്പം ഓക്കെ എനിക്ക് കാൻഡിഡേറ്റ്സിന്റെ അടുത്തു നിന്നും അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പ്രഷർ ഉണ്ട്. ഞങ്ങൾക്ക് നമ്മൾ 3 പേരാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ മെസ്സേജ് കാൻഡിഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഓക്കെ അതൊക്കെ ഞാൻ എടുത്ത് നീരജയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ ഇതെല്ലാം ഇൻ ഓക്കെ. ഞാൻ ബിറ്റ്വീൻ ആണ്. വേറൊരു കേസും കൂടി ആ ചോദിക്കട്ടെ? സമയത്താണ് ഈ പേയ്മെന്റ് ക്യാഷിന് കൊടുക്കാനുള്ള പറയുന്നതും ഈ കാര്യങ്ങളെല്ലാം എൻ്റെ ഉണ്ട്. അതെല്ലാം ഓൾറെഡി കണ്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു, ആ അതെ അതെ അതെ. മെസ്സേജുകളൊക്കെ. അല്ലല്ല, ഈ ആ ഞാൻ ഒരു കേസ് ചോദിക്കട്ടെ. അപ്പോൾ ആ ഈ ഫേക്ക് സിഒഎസ് തരുമ്പോൾ നിങ്ങൾ കൊടുത്തത് 48 ലക്ഷം രൂപയാണ് അല്ലെ? 48 ലക്ഷം രൂപ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതിനുശേഷം അവൾ ഇത് പൈസ തിരിച്ചു മേടിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നോ? ഇത് ഫേക്ക് ഓഫർ, ഇത് ഫേക്ക് ആണെന്ന് സമ്മതിച്ചിട്ടില്ല. ഓഫർ ലെറ്റർ ഫേക്ക് ആണെന്ന് സമ്മതിച്ചിട്ടില്ല. അതിനുശേഷം സ്റ്റേഷൻ അയച്ച് ഡ്രാഫ്റ്റ് ഫേക്ക് ആണെന്ന് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ഇത്രയും പ്രശ്നം വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, എനിക്കിത് പറ്റത്തില്ല, എനിക്കിത് പ്രഷറാണ്, എനിക്ക് ഈ പേയ്മെന്റ് തിരിച്ചു വേണം, നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് എന്നെ കുറെ തവണ നീരജ കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ പറയുന്നുണ്ട്, എനിക്ക് അതിനിടയ്ക്ക് റിപ്ലൈ കിട്ടാതെ വരുന്നുണ്ട്. ഇടയ്ക്ക് അതെ കുറച്ച് ടൈം ഓക്കെ റിപ്ലൈ കിട്ടാതെ വരുന്നുണ്ട്. റിപ്ലൈ കിട്ടാതെ വരുമ്പം ഞാൻ ഒരു ദിവസം പിടിച്ചിട്ട് കുറേ വിളിച്ചു, കുറേ മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ എന്നെ പിറ്റേന്ന് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വയ്യായിരുന്നു എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉം. പക്ഷെ ഞാൻ നോക്കിയപ്പോൾ മറ്റേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആള് ലൈവാണ്. അപ്പൊ നമുക്ക് ആദ്യം ടെൻഷനും വെപ്രാളമാണ്. അങ്ങനെ ഞാൻ മനസ്സിലായി. വീണ്ടും ഇരുന്ന് ഫോളോ അപ്പ് ചെയ്തു. എന്നിട്ട് ലാസ്റ്റ് എന്നോട് പറയുന്നു, അങ്ങനെ ഇങ്ങനെ കോൺവെർസേഷൻ പോയിട്ട് ഒരു ദിവസം എന്നോട് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഈ പേയ്മെന്റ് നമുക്ക് ഐ ബിലീവ് യുവർ ഏജന്റ് വിൽ പാസ്. അതിനുശേഷം എന്നോട് റീഫണ്ട് വേണ്ടി. റീഫണ്ട്. അതിനുശേഷം ഈ ബെല്ലാ വിസ്റ്റയിലേക്ക് നമ്മുടെ ഒരു കാൻഡിഡേറ്റ് തന്നെ നേരിട്ട് മെയിൽ അയച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ അവർ ഓക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഏജന്റിനോട് സംസാരിക്കുക, ഏജന്റ് ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട്. ഓക്കെ ഈ ഓഫർ ലെറ്റർ തന്നെ ഈ ഇവിടുന്ന് ഈ സിഒഎസ് ഡ്രാഫ്റ്റ് വന്നത് ബെല്ലാ വിസ്റ്റ എന്നാണ് പറയുന്നത്. ബെല്ലാ വിസ്റ്റ കെയർ ഓൾറൈറ്റ്. ഹോം എന്ന് പറയുന്നത് അവിടുന്ന് വരുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ അങ്ങനെ ഇരുന്നു. അങ്ങനെ ഞാൻ ലാസ്റ്റ് പറയുന്നു നമുക്കിത് വേണ്ട, മുന്നോട്ട് പോകണ്ട, നമുക്ക് ആ റീഫണ്ട് മതി എന്ന് പറയുന്നു. അങ്ങനെ എനിക്ക് ലാസ്റ്റില് ഇത് 1 മാസത്തോളമുള്ള ചാറ്റാണ്, ജൂൺ 1 മുതൽ ജൂൺ അവസാനം വരെ. എന്നിട്ട് അതെ അതെ എക്സാക്ട് ഡേറ്റ് പറഞ്ഞാൽ ലാസ്റ്റിൽ ഞാനിത് കുറെ സംസാരമുണ്ട്. അതിന്റെ ഇടയ്ക്ക് ലാസ്റ്റ് എന്നോട് പറയുന്നത് റീഫണ്ട് നമുക്ക് തരാം, ഉം. റീഫണ്ടിന് ഏതൊരു ഡേറ്റ് പറഞ്ഞാൽ ആ ഓക്കെ ഡേറ്റിൽ ഈ പറയുന്ന ആളുടെ അടുത്ത് അമൽ വിളിക്കും. അമൽ വിളിക്കുന്ന ലൊക്കേഷനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ പൈസ തിരിച്ചു കിട്ടും ഇങ്ങനെ പറയുന്നു. ഓക്കെ പക്ഷേ അതിനിടയ്ക്ക് ഞാൻ അതിന് ശേഷം ആ സമയമായപ്പോഴത്തേക്ക് നീരജോടുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതിന്റെ റീസൺ ഇതാണ്. ഓക്കെ ഞാൻ ഈ ഉം. വിഷയങ്ങൾ നടന്ന സമയത്ത് നീരജോട് ഇത്തിരി തെറി പറഞ്ഞെന്നാണ് നീരജ പറയുന്നത്. തെറി പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്റെ കയ്യിൽ നിന്ന് പോയി. ആ സമയത്ത് ഞാൻ തെറി ഉം. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നീരജ പറയുന്നു, അങ്ങനെയാണെങ്കിൽ എന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് നീരജ അതിൽ നിന്ന് മൂവ് ഔട്ട് ആകുന്നില്ല. ഇങ്ങനെ ഉം. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നു. ഓൾറൈറ്റ്. ആ സമയത്താണ് ഈ പറയുന്ന അമൽദേവ് ഇതിലേക്ക് വീണ്ടും ഫുള്ളായിട്ട് നമ്മളോട് ഡയറക്റ്റ് കോൺടാക്റ്റിൽ എൻ്റർ ആവുന്നത്. ഓക്കെ അപ്പൊ ഓക്കെ എന്നോട് പറയുന്നത്, നീരജ പറയുന്നത് അമൽദേവ് വിളിക്കും, പേയ്മെന്റ് തരും, ഉം. ഇതാണ് റീഫണ്ട് തരും, ഇത്രയാണ് ഓക്കെ. നീരജ പറഞ്ഞേക്കുന്നത്. അതിനുശേഷം അമൽദേവ് എന്നിട്ട് റീഫണ്ട് തന്നായിരുന്നോ? എന്തായിരുന്നു അവർ പറഞ്ഞത്? തന്നിട്ടില്ല. അമൽദേവ് വിളിച്ചിട്ട് പറഞ്ഞു പേയ്മെന്റ് നമ്മുടെ കയ്യിലല്ല, പേയ്മെന്റ് എല്ലാം ഓൾറെഡി അവർ കൊടുത്തതാണ്. സോ ഇത്തിരി ടൈമോടെ ഒരു 1 വീക്ക് ടൈം ഞങ്ങളോട് ചോദിച്ചു. ആ ടൈമിനുള്ളിൽ ഇത് തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എൻ്റെ ഒരു പാർട്ണർ കൂടെ ഞങ്ങൾ പോയി അമൽദേവിന് ആകെ ഒരു തവണയാണ് മീറ്റ് ചെയ്യുന്നത്. ആ തവണ പോയി മീറ്റ് ചെയ്ത് ആ തവണ പൈസ കിട്ടുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ പോകുന്നത് അമൽദേവിന്റെ അടുത്ത്. ഉം. പൈസ മേടിക്കാനാണ് ഞങ്ങൾ പോകുന്നത്. പൈസ മേടിക്കാൻ ഞങ്ങൾ പോയി മീറ്റ് ചെയ്തപ്പോൾ പൈസ അല്ല തരുന്നത്. അമൽദേവ് പറയുന്നത് ഈ പൈസ എല്ലാം ഓൾറെഡി അവിടെ കൊടുത്തതാണ്, സോ അതുകൊണ്ട് ടൈം വേണം.
ഒന്നെങ്കിൽ എന്നിട്ട് നമ്മളൊരു ഡേറ്റ് പറഞ്ഞു, ഈ ഡേറ്റിനുള്ളിൽ നമുക്ക് പൈസ തരാം, ഇല്ലെന്നുണ്ടെങ്കിൽ സിഒസ് തരും എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു സിഒസ് വേണ്ട, പൈസ മതി എന്നുള്ള സ്റ്റാൻഡ് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്തൊന്നും നീരജ് ഈ കാര്യങ്ങളൊന്നും തിരക്കുന്നില്ല, പക്ഷെ നമുക്ക് പൈസ എങ്ങനെയും മേടിച്ചെടുക്കുക എന്നാണല്ലോ നമ്മുടെ ആവശ്യം. മനസ്സിലായി. അപ്പൊ നീരജ് ഈ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ അടുത്ത്. നീരജ് പറയുന്നത് അമൽദേവിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, പക്ഷെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. നീരജയ്ക്ക് നമ്മുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു ഇതുണ്ട്, പക്ഷെ ഞാനും നീരജ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആകാനുള്ള റീസൺ ഇതാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അങ്ങനെ ഇവരുടെ അടുത്ത് പോയി ഇവനൊരു ഡേറ്റ് നമ്മളോട് പറയുന്നു, ഇന്ന ഡേറ്റില് നമുക്കിത് തരാം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒന്നുകിൽ സിഒഎസ് തരാം, അല്ലെങ്കിൽ പേയ്മെന്റ് നമുക്ക് റീഫണ്ട് തരാമെന്ന് പറയുന്നു. പക്ഷെ ആ ഡേറ്റിന് മുമ്പായിട്ട് ആള് 2 സിഒഎസ് നമുക്ക് തന്നു. ഈ 2 സിഒഎസ് തന്നു. അത് നമ്മുടെ സോളിസിറ്ററിന്റെ കൊടുത്ത് സോളിസിറ്റർ ഈ കമ്പനിയിൽ നിന്ന് വിളിച്ച് വെരിഫൈ ആയിട്ട് ചെയ്ത്, അപ്പൊ അത് ഒറിജിനലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ അത് 2 വിസ കിട്ടും. ഇത് 2 വിസ കിടുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം വിസ കിട്ടി. ആ 2 വിസ കിട്ടി. അതിന്റെ വിസ കിട്ടി, വിസ മാത്രമേ ഉള്ളത്. ആ 2 വിസ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പുനോട് നോക്കുന്നത് പറയാം. അത് 2 വിസ മാത്രമേ ഉള്ളൂ, അത് ഒന്ന് ഓർത്ത് വെച്ചോളൂ. എന്നിട്ട് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അപ്പം നമുക്ക് ട്രസ്റ്റ് ആയി. ഇവിടെ നമ്മുടെ 48 രൂപയ്ക്ക് അടുത്ത് വിറയിലിരിക്കുകയാണ്. ഇവരെ ഏതാണ്ട് 15-16 രൂപ കണ്ടാണ് ഒരു സിഒസിന് പറഞ്ഞത്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമ്മുടെ അടുത്ത് ആ ഹോമിന്റെ ലൈസൻസ് പോയത് കാരണം പെൻഡിങ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണ്. സോ അതിനകത്ത് ഏതോ 1-2 കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ്ലി പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സമൂഹത്തിൽ വളരെ മെയിൻ ആയിട്ടുള്ള ചിലരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമുക്ക് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമായിരുന്നു. അപ്പൊ അവർ തന്ന പൈസയേക്കാൾ കൂടുതൽ ഞങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടാണ് ഈ സിഒസ് എടുക്കുന്നത്. ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. കാരണം നമുക്കത് വലിയൊരു നഷ്ടം തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ട്രസ്റ്റ് കീപ്പ് ചെയ്യാതാണ് നമ്മുടെ ആവശ്യം. കാരണം അവരൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ നമ്മളൊക്കെ തീർന്നു. ആ രീതി നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഏറെ പൈസ കൊടുത്തിട്ടാണ് ഈ സിഒസുകൾ എടുക്കുന്നത്. അപ്പൊ ഈ 48 രൂപയുടെ ഒരു വിറ നിൽക്കുകയാണ്. ആ സമയത്താണ് നമുക്ക് ഈ 2 സിഒസുകൾ തരുന്നത്. നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ട്രസ്റ്റ് ആകുന്നത് നമ്മൾ പറഞ്ഞു ബാക്കി പൈസ സിഒസോടെ തരാൻ. ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒരു തവണ മീറ്റ് ചെയ്തുള്ളൂ. ആ മീറ്റ് ചെയ്ത ടൈമില് അമൽദേവ്, ഞാനും ഉണ്ട്, എന്റെ ബിസിനസ് പാർട്ണറും ഉണ്ട്. ഞങ്ങളോട് അമൽദേവ് പറയുന്നുണ്ട്, വ്യക്തമായിട്ട് അമൽദേവ് പറയുന്നുണ്ട്, നീരജയ്ക്കുള്ള പൈസ ഞങ്ങളുടെ സൈഡിൽ നിന്ന് കൊടുത്തോളാം. നീരജ് ഒരു ഫയലിന് 2 രൂപ, അങ്ങനെ 2 ലക്ഷം രൂപ എന്താണ് നീരജയ്ക്ക് ഇവര് കൊടുക്കാൻ എന്തോ. അത് അമലിന്റെ വോയിസ് വല്ലതും കിടപ്പുണ്ടോ? വോയിസ് ഇല്ല, അത് നമ്മൾ നേരിട്ട് കണ്ട സമയത്താണ് അവര് പറയുന്നത്. വെർബലിയാ പറയുന്നത്. അത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്, ഇത്രയും പൈസയാണല്ലോ, സത്യം പറഞ്ഞ ഇങ്ങനെ ഇൻസിഡന്റ് ആണ്, അതുകൊണ്ട് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഇന്ന ആൾ ഇത്തിരി വന്നതാണല്ലോ, അപ്പൊ ആൾക്ക് അതിനകത്തൊരു പെർസെന്റേജ് ഇത്ര കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് കാരണം അത് അമല് പറഞ്ഞു നീരജയ്ക്ക് 2 രൂപ കൊടുക്കണമെന്ന്. നീരജയുടെ സൈഡിൽ നിന്ന് അത് പറഞ്ഞിട്ടില്ല. നീരജ എന്നോട് അതിന് മുമ്പ് ഒരു വോയിസ് പറയുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട് നീരജയുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ നീരജ പറയും എല്ലാവരും പേയ്മെന്റിന് വേണ്ടിയാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ നീരജ അത് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അവൻ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നോട് മാത്രമല്ല, ഞാൻ എന്റെ കൂടെ ഒരു പാർട്ണറുണ്ട്, ഞങ്ങൾ 2 പേരും കൂടെ ഇരുന്നപ്പോഴാണ് ഞങ്ങളോട് ഇത് പറയുന്നത്. ഇത് പറഞ്ഞു. അതിനുശേഷം ഈ സിഒസുകൾ തന്നു. സിഒസുകൾ തന്നെങ്കിൽ 48 രൂപ കിടക്കുക. ഇത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ കുറച്ച് തരാമെന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് ഈ 8 ഫയലിനകത്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല, കാരണം ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഈ 8 ഫയലിന് ശേഷം നമ്മൾ ഫയലുകൾ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ആ പൈസ നമുക്ക് ചെയ്തു തരാൻ സാധിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ. അതിനുശേഷം ബാക്കി പേയ്മെന്റ് നമ്മുടെ കളക്ട് ചെയ്യുന്ന അമൽ നാട്ടിലെ അക്കൗണ്ടിൽ കളക്ട് ചെയ്യുന്നുണ്ട്, അമൽ ഇവിടുത്തെ അക്കൗണ്ടിൽ കളക്ട് ചെയ്യുന്നുണ്ട്, അമലിന്റെ ഈ അമലിന്റെ ഫ്രണ്ട്സിന്റെ ആരുടെയൊക്കെ ഇവിടുത്തെ അക്കൗണ്ടുകളിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ടോട്ടൽ എല്ലാം കൂടെ ഏതാണ്ട് 1.2 അത്രയും പൗണ്ട്, ഒരു കോടി 20 ലക്ഷത്തിനടുത്ത്. ഞാൻ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഇപ്പോ നിങ്ങൾ ഓൾറെഡി പൈസ കൊടുത്തു 48 രൂപ. അപ്പൊ 48 രൂപ ഇവർ ചോദിക്കുമ്പോൾ പൈസ കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറയുന്നു. അപ്പോൾ അതിന് ശേഷം അവർ തന്നത് നിങ്ങൾക്ക് 2 സിഒസ് ആയിരുന്നു. ചെക്ക് ചെയ്തപ്പോൾ അത് 2 വിസ ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ പൈസ അവിടെ നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് എന്താ പറയാ, അവര് വിസ 2 തന്നത് കൊണ്ടും വീണ്ടും വിശ്വാസമായി വീണ്ടും അവർ ചോദിക്കുന്ന പൈസ കംപ്ലീറ്റ് പേ ചെയ്ത് കൊടുത്തു. അതെ, ഒരു കേസും കൂടി ചോദിക്കട്ടെ. ഈ ബാക്കി പൈസ കൊടുത്തതും ബാക്കി 2 സിഒസ് തന്നതും നീരജ് അറിഞ്ഞായിരുന്നോ? നീരജ് അറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ ഈ ആദ്യം കൊടുത്ത 8 ഫയൽ ഉണ്ടല്ലോ, ആദ്യം കൊടുത്ത 8 ഫയലിന് അപ്പുറത്തേക്ക് ഞാൻ പുതിയൊരു ഫയൽ അവർക്ക് കൊടുത്തിട്ടില്ല. നീരജ് ത്രൂ പോയിട്ടില്ല കമ്മ്യൂണിക്കേഷൻസ്? അല്ല, ഞാൻ ഈ കൊടുത്തേക്കുന്ന 8 ഫയലിന്റെ കാര്യം തന്നെയാണ് വീണ്ടും ഇവരോട് ഡീൽ ചെയ്യുന്നത്. അപ്പുറത്തേക്ക് പുതിയ ഫയലുകളൊന്നും ഞാൻ അമൽദേവിന് കൊടുത്തിട്ടില്ല. നീരജ് ത്രൂ എനിക്ക് ഓഫർ ലെറ്ററും ടാസ്കും കിട്ടിയ ആ സിഒസുകൾ ഉണ്ടല്ലോ, അത് മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യാനും പറഞ്ഞേക്കുന്നത്. അതിന്റെ പൈസ 48 ലക്ഷം രൂപ. ഓക്കെ, ആ സെയിമിന്റെ അതിന്റെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി പൈസ കൊടുത്തത്. അതിന്റെയാണ് വേറെ അല്ലാതെ ഒരു കാര്യം ഞാൻ ഇവരോട് ഡീൽ ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പക്ഷെ ഈ ബാക്കി പൈസ കൊടുത്തത് നീരജ് അറിഞ്ഞിരുന്നോ? ഈ അമല് പറഞ്ഞിട്ടുണ്ടാവുമോ? എന്താണ് എനിക്ക് അമൽ എന്തായാലും പറഞ്ഞിട്ടുണ്ടാവുമല്ലോ.
അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ അതിന്റെ കാര്യം. അവര് ബെസ്റ്റ് പറയാതിരിക്കാൻ ഫ്രണ്ട് സാധ്യത ആണെന്നൊക്കെ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും. പറയാതിരിക്കാൻ. എന്നെ പരിചയപ്പെടുത്തിയത് നീരജ. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നീരജ ഞാനോട് തമ്മിൽ ഇത്തിരി അങ്ങോട്ട് സംസാരമൊക്കെ ആകുമ്പോൾ നീരജ പറയുന്നത് നീരജയോടൊപ്പം എനിക്ക് തോന്നുന്നു ഇവരൊരു ഷെയർ അക്കോമഡേഷൻ എന്തോ ആയിരുന്നു തോന്നുന്നു, താമസിച്ചിരുന്നെന്ന് തോന്നുന്നു. ഇവരെന്തോ ഭയങ്കര ബെസ്റ്റ് ഓക്കെ. ഫ്രണ്ട്സ് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. അത് വോയിസ് മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്, ആ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, ആ വിശ്വസിച്ച് പോയി, ആ തെറ്റ് പറ്റിപ്പോയി, മറ്റേ മോള് കളിക്കാൻ നോക്കിയതാന്നൊക്കെ ആ പറഞ്ഞായിരുന്നു. ആ അപ്പോൾ ആ തെറ്റ് പറ്റി, സഹായിക്കാൻ നോക്കിയതാന്നൊക്കെ പറയുന്നുണ്ട്. ഉം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ബാക്കി നമുക്ക് പ്രതീക്ഷിക്കാം അമല് പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ അവൾ അറിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത്. അതിനൊരു കാരണം തെളിവില്ല നമുക്ക്. ഇല്ലല്ലോ. കാരണം പക്ഷെ ഇത് പ്യുവർലി ഈ ആദ്യം മുതലേ ഈ ഫയൽ വേറെ പുതിയ ഫയൽ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. നീരജ് വന്ന ഓഫർ ലെറ്റർ, നീരജ് വന്ന ഡ്രാഫ്റ്റ്, വന്ന മനസ്സിലായി, ഡ്രാഫ്റ്റിന്റെ COS ആണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അല്ലാതെ പുതിയതൊന്നും നമ്മൾ മനസ്സിലായി. ഇവരോട് ഡീൽ ചെയ്തിട്ടോ ഓക്കെ, എടുത്തിട്ടോ ഇല്ല. ഓക്കെ, ഓക്കെ, ഓക്കെ. ആ അങ്ങനെയാണ് ഈ 1/20 1,20,00,000 രൂപയുടെ കണക്ക് നീരജയുടെ തലയ്ക്ക് വരുന്നത് ആ അല്ലേ? ആ നീരജയുടെ തലയിലോട്ട് ഞാൻ ഒരിക്കലും നീരജ മേടിച്ചെന്നല്ല എങ്ങും പറഞ്ഞിരിക്കുന്നത്. നീരജ ത്രൂ ഓക്കെ, ആണ് അമലിനെ കണക്ട് ആയത്. അമലിന്റെ ആദ്യം അക്കൗണ്ട് അയച്ചു തന്നത്. ഈ അമൽ എന്ന് പറയുന്ന ആളിനെ ഓക്കെ. എനിക്ക് തീർച്ചയായിട്ടും അതിന് ശേഷം അറിയില്ല, റെസ്പോൺസിബിലിറ്റി മുമ്പ് ഉണ്ട്. അറിയില്ല. കാരണം ഈ അറ്റ്ലീസ്റ്റ് ആ 48 ലക്ഷം രൂപയ്ക്ക്, ഇല്ലെങ്കിൽ അമല് പരിചയപ്പെടുത്തിയ വ്യക്തി എന്നുള്ള അമലിനെ പരിചയപ്പെടുത്തിയ വ്യക്തി എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ആ നീരജയ്ക്ക് ആ, ഒഴിഞ്ഞു പോരാ. മാറാൻ പറ്റില്ല ഇല്ല, അല്ലെ? ആദ്യത്തെ പോട്ടെ, 120 അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ 48 നീരജ് ത്രൂ തന്നെ അല്ലേ പോയത്. നീരജ് അതെന്തുകൊണ്ട് അതെ, സമ്മതിക്കുന്നില്ല? ഇപ്പോഴും നീരജ് അത് സമ്മതിച്ചിട്ടില്ലല്ലോ. ഞാൻ എന്നിട്ട് ഇത്രത്തോളം നമ്മൾ അത് നീരജ് മിണ്ടാതിരിക്കുന്നില്ല. പക്ഷെ നമ്മൾ കോൾ ചെയ്ത് സംസാരിച്ചപ്പോൾ നീരജ് സമ്മതിക്കുന്നുണ്ട്, ഈ 48 വരെയാണ് എനിക്ക് അറിയുള്ളൂ എന്നുള്ളത് പറയുന്നുണ്ട്. ഉം. പക്ഷെ പിന്നൊരു വലിയൊരു ചോദ്യം ചോദിച്ചത്, ആ ഇത് ഇങ്ങനെ തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ട് നീരജയുടെ അടുത്ത് നിങ്ങൾ റീഫണ്ട് ചോദിച്ചില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം, അതിലേക്ക് കിടക്കാം. എന്നിട്ട് ഈ സംഭവം നടന്ന ശേഷം നമുക്ക് ബാക്കി സിഒസുകൾ തന്നു. സിഒസുകൾ വിസയ്ക്ക് ഇട്ടു. വിസയ്ക്ക് ഇട്ടിട്ട് ആദ്യത്തെ റിജക്ഷൻ വരുന്നത് 17 ഓഗസ്റ്റിനാണ്. 17 ഓഗസ്റ്റിന് കാൻഡിഡേറ്റ് ആണ് എന്നെ വിളിക്കുന്നത്. കാൻഡിഡേറ്റ് വിളിച്ചെന്നെ കരച്ചിലും വിളിയും ബഹളമാണ്. കാരണം അവർക്ക് റിജക്ഷൻ അല്ല വന്നത്, 10 വർഷത്തെ ബാനാണ് അതിനകത്ത് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവര് കരഞ്ഞു ഓക്കെ, വിളിച്ചിട്ടാണ് എന്നെ ഫോൺ ചെയ്യുന്നത്. കരഞ്ഞു വിളിച്ചിട്ടാണ് എന്നെ ഫോൺ വിളിക്കുന്നത്. എന്നെ ഫോൺ വിളിക്കുന്ന ആ ഓക്കെ, കോളിൽ തന്നെ ഞാൻ നീരജനെ കോളിൽ ആഡ് ചെയ്തു, അമൽദേവിനെ ആഡ് ചെയ്തു. ഇവരെ രണ്ടുപേരെ ആ കോളിൽ ഞാൻ ആഡ് ചെയ്തു. ഓക്കെ. ഇവരെ അപ്പോ രണ്ടുപേരെ ആ കോളിൽ ആഡ് ചെയ്തു. അപ്പം തന്നെ ഈ പറയുന്ന കാൻഡിഡേറ്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായതാണ്. ഓഗസ്റ്റ് 17 തന്നെ. ഓക്കെ. അതിനുശേഷം അവള് റീഫണ്ടിന് വേണ്ടി എന്തെങ്കിലും സഹായം തന്നായിരുന്നോ, സഹായിച്ചായിരുന്നോ അതിനകത്ത്? യാതൊരുവിധ സഹായം തന്നിട്ടില്ല. ആ കോളിൽ തന്നെ നീരജ ഒഴിഞ്ഞൊഴിഞ്ഞൊഴിഞ്ഞ് സംസാരിക്കുകയാണ് ഉണ്ടായത്. ആ കോളിൽ തന്നെ ഒഴിഞ്ഞൊഴിഞ്ഞ് സംസാരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ കാൻഡിഡേറ്റ് ആ കോളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ വരെ. ഓക്കെ, ആ മനസ്സിലായി. പിന്നെ ഓക്കെ, അതിനുശേഷം അത് എന്തായാലും വരുന്ന സമയങ്ങൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രൊവൈഡ് ചെയ്യാം. ഇൻ ബിറ്റ്വീൻ എനിവേ, ദാറ്റ് ഇത് ഞാൻ വീണ്ടും നീരജയുടെ വീണ്ടും അറിവോടുകൂടി തന്നെയാണ്. ഈ ബാങ്ക് ആ കിട്ടിയതെല്ലാം നീരജ്. കാരണം ആ കോൾ എന്നെ ഈ കാൻഡിഡേറ്റ് വിളിച്ച് ഓഫീസിൽ നിന്ന് വിളിച്ച് അതിനുശേഷം എന്റെ മറ്റേ പാർട്ണറുടെ ഒരാളെ കോൺടാക്ട് ചെയ്ത് ആളെ എന്നെ കോളിൽ ആഡ് ചെയ്ത് ആ കോളിൽ തന്നെ നീരജനെ ആഡ് ചെയ്തു. ആ കോളിൽ തന്നെ അമൽദേവ് ഓൾറെഡി ഉണ്ട്. ഇവരെല്ലാ കോളിലും ഉണ്ട്. ഓക്കെ, മനസ്സിലായി, ആ മനസ്സിലായി. ഓക്കെ. ആ അപ്പൊ സമയത്ത് ഞാൻ അമൽദേവ് എല്ലാ ഉം, തെറ്റുകൾ ഏറ്റു പറയുന്നുണ്ട്. അതായത് ഇതുപോലെ സംഭവിച്ചപ്പോ നീരജ അപ്പം പറയുന്നുണ്ട് ഞാൻ കണക്ട് ചെയ്തു. പക്ഷേ നീരജ ആ സമയത്ത് മുതൽ മനസ്സിലായി എങ്ങും ചവിട്ടാത്ത ഒരു രീതിയിലുള്ള സംസാരിച്ചത്. മനസ്സിലായി. നീരജൊന്നും പണി അറിയില്ല കിട്ടി എന്നുള്ള രീതിയിലായിരുന്നു. എന്നറിഞ്ഞപ്പോ ആ നൈസായിട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്ന പിന്നെ രീതിക്ക് അതിനുശേഷം ചെയ്തിട്ടുണ്ടാവും. ബ്രോ ഓക്കെ, മുമ്പ് എന്നോട് ചോദിച്ചിരുന്നു നീരജനെ അതിനുശേഷം കോൺടാക്ട് ചെയ്തിട്ടില്ലേ എന്ന്. സെപ്റ്റംബർ 4 അതെ, നവംബർ 9 നവംബർ 17 അതിനുശേഷം 2024 ഫെബ്രുവരി 6 പിന്നെ ഇഷ്ടംപോലെ കോൺടാക്റ്റുകൾ. അതിനുശേഷം ഒരുപാട് തവണ ഞാൻ നീരജോട് ഈ വിഷയത്തെ പറ്റി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എന്തായിരുന്നു നീരജ് റെസ്പോൺസ് എന്തായിരുന്നു? നീരജ ഞാൻ എന്ത് ചെയ്യാനാ ചേട്ടാ, ഞാൻ എന്റെ മിസ്റ്റേക്ക് അല്ല, ഞാൻ എന്ത് ചെയ്യാനാ, ഇതാണ് നീരജ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നിട്ട് അത് നീരജ ഒരു നീരജയുടെ ദിവസം എനിക്ക് മിസ്റ്റേക്ക് അല്ല, മെസ്സേജ് പക്ഷെ അയച്ചു. നീരജ ത്രൂ നീരജ നീരജ എനിക്ക് ത്രൂ ഒരു ദിവസം ഇങ്ങോട്ട് മെസ്സേജ് അയച്ചേക്കുന്നത്. നീ അടുത്തെന്തുവാണ് ഞാൻ നോക്കിയപ്പോഴാണ് അമൽദേവ് എവിടെ, അത് ചേട്ടൻ അറിയാവോ? ഞാൻ എങ്ങനെ അറിയാനാ, എന്റെ ഫ്രണ്ട് അല്ലല്ലോ. ഓക്കെ. അല്ല, ഇൻ ബിറ്റ്വീൻ ഇതിന്റെ അത് വേറെ അത് കുറെ കാര്യങ്ങൾ പറഞ്ഞോളൂ. അല്ല, അത് നീരജയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. മേ ബി വരുന്ന ദിവസങ്ങൾ നീരജ കണ്ടെത്തും വിചാരിക്കാം അമൽ കണ്ടെത്തുമെന്ന് ദേവിനെ. വിചാരിക്കുന്നു, ഉറപ്പായിട്ടും. ഇപ്പൊ ഉം. പോലും ഞാൻ നീരജയ്ക്ക് എതിരായിട്ടല്ല ഒരു കാര്യം. കാരണം നീരജ എനിക്ക് അയച്ചേക്കുന്ന വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ആദ്യം പലരും ചോദിച്ചു, ഞാൻ കൊടുത്തില്ല. ലാസ്റ്റ് ഞാൻ എന്റെ കൂടുതൽ ആളോട് ചോദിച്ചു കൊടുത്തേക്കട്ടെ. അപ്പൊ അവൻ പറഞ്ഞു നമ്മൾ ഇത്ര അനുഭവിച്ചു. കാരണം ഈ 2 വർഷം ചേട്ടാ അതുപോലെ അനുഭവിച്ചു. 120 എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ എമൗണ്ടാ. അല്ല, ഈ ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. ആ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളിലേക്ക് ഞാൻ എത്തും. അതൊക്കെ ഓക്കെ. വലിയതാണ്. അപ്പോ ഓക്കെ. എന്നിട്ട് അപ്പോ ഇൻ ബിറ്റ്വീൻ ഇതിനിടെ നടന്ന കുറച്ച് സംഭവങ്ങളോട് ഞാൻ പറയാം. ഇതിന്റെ ഇടയിൽ ഒരു ദിവസം ഞാൻ നാട്ടിൽ പോയ ടൈമില്, നാട്ടിൽ പോകുന്നത് തന്നെ ഈ ഒരു ദേശത്തിലാണ്. ഈ അമൽദേവ് എന്ന് പറയുന്ന ആൾ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞു. ഓക്കെ, ഇതൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് പറയാതിരുന്നത്. ഇപ്പൊ അത് കഴിഞ്ഞ ദിവസം ഓക്കെ, ലൈവ് വരുന്നപ്പോ ആ തന്നെ ഞാൻ ഇതൊക്കെ പറയണമെന്ന് കരുതിയിരുന്നതാണ്. പക്ഷെ ലൈവ് ഓക്കെ, ഇല്ലാത്തതിനാൽ മനസ്സിലായി. സാധിച്ചില്ല. ഉം. ഓക്കെ. ആ അപ്പം നമുക്ക് പിന്നെ വേറെ സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓക്കെ, മനസ്സിലായി, ഓക്കെ. അപ്പം ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. ഞാൻ നാട്ടിൽ പോയ ടൈമിൽ ഞാൻ അമൽദേവിനെ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പോകുന്നത്. അമൽദേവിന്റെ ഓക്കെ, കോൺടാക്ട് നമ്പർ ഉണ്ട്. അമൽദേവിനെ വിളിച്ചപ്പോൾ അമൽദേവ് ബാംഗ്ലൂർ എവിടെ ആണെന്ന് പറയുന്നത്. അമൽദേവ് അല്ല, അമൽദേവിന്റെ ഒരു കസിൻ എന്തോ ഒരു ചേച്ചിയാണ്
ഫോൺ തിരിച്ച് ഉം. സംസാരിക്കുന്നത് ഇവിടെ ഓക്കെ. എന്തുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് ഇവിടെ എറണാകുളത്ത് വന്ന് നമ്മളോട് സംസാരിച്ചതിന് അതിന് തീരുമാനമായില്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ലീഗലി പോകും എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. കാരണം നമുക്ക് ആദ്യം അവരും സ്റ്റുഡൻസ് ഒക്കെയാണ്, ഇവിടെ സ്റ്റുഡൻറ്, നമുക്ക് ദ്രോഹിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. സോർട്ട് ചെയ്യാൻ നമുക്ക് ആ പൈസ ഇട്ട് അത്ര ഉള്ളായിരുന്നു നമ്മുടെ ആവശ്യം. അങ്ങനെ അതെ. അമൽദേവ് എറണാകുളത്ത് എയർപോർട്ടിൽ വരുന്ന എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ പിക്ക് ചെയ്ത് നമ്മുടെ ഓഫീസിൽ വന്ന് പാലാരിവട്ടം ഓഫീസിൽ ഇരുന്ന് വൈകിട്ട് ഒരു 8 മണിക്ക് അടുപ്പിച്ച ആ ടൈമിൽ നമുക്ക് എഗ്രിമെന്റ് ചെയ്തു തരുന്നുണ്ട്. അപ്പൊ അമൽദേവ് അവസ്ഥകളൊക്കെ പറഞ്ഞ് അമൽദേവ് പറയുന്നത് അമൽദേവിന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത്. അമൽദേവിന്റെ ഈ ഓക്കെ. ഈ നീരജ പറയുന്ന കിഷോർ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ആ കിഷോർ അമൽദേവിനെ പറ്റിച്ചെന്നൊക്കെയാണ് അമൽദേവ് പറഞ്ഞത്. അപ്പം ഓക്കെ. എനിക്കറിയില്ല മനസ്സിലായി. എത്രത്തോളം അതിനകത്തുള്ള വസ്തുതകൾ നമുക്കറിയില്ല. അപ്പൊ പറഞ്ഞ അത് കാര്യം ഇനി ഇങ്ങനെയാണ്. അമൽദേവ് വന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അതെ, അമൽ അമൽദേവ് വന്ന് എവിടെയും പറഞ്ഞാൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്തിലെ കാര്യങ്ങൾ ആ വസ്തുതകൾ അറിയൂ. അല്ല അമൽദേവ് എന്നോട് അന്ന് ഇതിലെവിടെയെങ്കിലും അമൽ പറഞ്ഞത് കേൾക്കുന്നുണ്ടെങ്കിൽ അമൽ വരിക. അമൽക്കും അതെ നമ്മൾ ഇതേപോലെ ലൈവ് സെറ്റ് ചെയ്ത് അതെ കൊടുക്കുന്നതായിരിക്കും. അമൽദേവ് അതെ. എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്. ഈ കിഷോർ എന്ന് പറയുന്ന ആളെന്തോ ആണ് അമൽദേവിനെ പറ്റിക്കോ എന്തോ സംഭവിച്ചതാണ്, എന്തോ നമുക്കറിയില്ല. എന്തായാലും നമ്മൾ പൈസ കൊടുത്തത് ഈ പറഞ്ഞതിലൂടെ കാൻഡിഡേറ്റ്സ് നമുക്കാണ് പൈസ തന്നത്. അപ്പൊ നമുക്ക് അതിന് ഉത്തരവാദിത്വം ഉണ്ട്, അത് തിരിച്ചു മേടിക്കണം എന്നുള്ളത്. നീരജ ഇപ്പൊ ഒഴിഞ്ഞു മാറും, നീരജ് എന്ന് പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ ഉള്ള സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ അമൽദേവ് വന്നു. അമൽദേവ് വന്നിട്ട് ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അമൽദേവ് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വിഷമം തോന്നി. അമൽദേവ് പറഞ്ഞു പെട്ടെന്ന് സോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളോട് പറയുന്നത് 2023 ഒക്ടോബറിൽ എന്താണ് ഞാൻ മീറ്റ് ചെയ്യുന്ന അമൽദേവിനെ. നവംബർ 31 തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ അതിന്റെ പൈസ കുറച്ച്. അമൽദേവ് പറഞ്ഞു പെട്ടെന്ന് തരാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആകെ കയ്യിൽ നിന്ന് പോയി നിൽക്കുവാണല്ലോ. നമുക്ക് എങ്ങനെയും അതെ. കിട്ടുന്ന പൈസ കിട്ടുക, കാര്യങ്ങൾ സോർട്ട് ചെയ്യാന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇത്ര പൈസ. അങ്ങനെ നമുക്ക് 70 ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് അമൽദേവ് നമുക്ക് അപ്പം തന്നു. ബാക്കി ഓക്കെ. ഏതാണ്ട് 30 ലക്ഷം രൂപ അമൽദേവ് 2-3 ദിവസങ്ങളിൽ തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അത് എഗ്രിമെന്റ് വെക്കാഞ്ഞത്. എന്നിട്ട് ഈ ഓക്കെ. 70 ലക്ഷം രൂപ നമുക്ക് അപ്പം തന്നെ എഗ്രിമെന്റ് എഴുതി. അതായത് 35 ലക്ഷം രൂപ നവംബർ 31 അങ്ങാണ്ട് ഒരു ഡേറ്റും, ബാക്കി 31 ഡിസംബർ, ബാക്കി 35 ലക്ഷം രൂപ ഡിസംബർ 31 മുമ്പായിട്ടോ അങ്ങനെ ഒരു ഡേറ്റ് എന്തോ വെച്ചിട്ട് എഗ്രിമെന്റ് എഴുതി തന്നു. എഗ്രിമെന്റ് എഴുതി നമ്മുടെ ഓഫീസിൽ തന്നെ ഇരുന്ന് എഴുതി എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് വേണ്ടി നമ്മൾ ഭീഷണിപ്പെടുത്തി സൈൻ ചെയ്താന്ന് പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ആ വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്. അതിനുശേഷം എന്നിട്ട് നമുക്ക് ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അഡ്വക്കേറ്റ് പിറ്റേ ദിവസം രാവിലെ, അതിന്റെ നെക്സ്റ്റ് അടുത്ത ദിവസം രാവിലെ അടുത്തുള്ള ഒരു നോട്ടറി അടുത്ത് ചെന്ന് നോട്ടറിയുടെ ഓഫീസിൽ അമൽദേവ് വന്ന് നമ്മുടെ സൈഡിൽ നിന്നും പോയി അമൽദേവ് നോട്ടറി മുമ്പാകെ നമുക്ക് സൈൻ ചെയ്ത് തന്ന ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ. മനസ്സിലായി. ഇത്രയും പൈസയുടെ. ഓക്കെ. അപ്പൊ അതവിടെ നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്നത് എന്താ, ഈ പൈസ ഈ ടൈമിനുള്ളിൽ കിട്ടുമെന്ന് കരുതി നമ്മൾ പറ്റുന്നിടത്തു നിന്നൊക്കെ കടം മേടിക്കുന്നു, ലോൺ എടുക്കുന്നു, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നു. അതിന് ഇൻ ബിറ്റ്വീൻ ഇതിനകത്തിലാണ് നമ്മുടെ ഒരു പാർട്ണർ വസ്തുവൊക്കെ വിൽക്കുന്നതൊക്കെ ഇതുമായിട്ട് ആ ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ പൈസ നമുക്ക് കിട്ടുമെന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഈ 70 ലക്ഷം രൂപ ഇന്ന ഡേറ്റും ബാക്കി ഈ പറയുന്ന 30 ലക്ഷം രൂപ ഏതാണ്ട് ഒരു 1 വീക്കിനുള്ളിൽ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 വീക്ക് 10 ഓക്കെ. ദിവസത്തിനുള്ളിൽ എന്തോ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് പിന്നെ നമ്മൾ ഇരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും മൊത്തം. ഓക്കെ. പക്ഷെ ഈ കാര്യങ്ങൾ ചെയ്തു പക്ഷെ നടപടിയായില്ല. ആള് അവൻ മുങ്ങി. മുങ്ങി നിപ്പി നാട്ടിൽ നിന്ന് ആള് UK തന്നെ തിരിച്ചു കയറിയെന്നാണ് പിന്നെ അറിയാൻ സാധിച്ചത്. UK കയറി ഞാൻ ഓക്കെ. അറിഞ്ഞില്ല. UK കയറിയത് എപ്പോഴാണ് അറിയുന്നതെന്ന് ചോദിച്ചാൽ ഈ അഗ്രിമെന്റിന്റെ ഡേറ്റ് എല്ലാം കഴിഞ്ഞ് അതിനുശേഷം, അപ്പോഴൊക്കെ ഇപ്പോൾ നാട്ടിലാണെന്നാണ് അമ്മ നമ്മളോട് പറയുന്നത്. ഓക്കെ. അതിനുശേഷം ഓക്കെ. വീണ്ടും ഞാൻ നാട്ടിൽ പോയ ടൈമിൽ നമുക്കിത് എങ്ങനെയാലും തീരുമാനമാക്കണമല്ലോ. അപ്പം നമ്മളിത് അതെ. കംപ്ലൈന്റ് ചെയ്യാൻ നോക്കി. കാരണം നമ്മുടെ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത ലെറ്റർ ഉണ്ട്. ഇത് വെച്ചിട്ടപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യാൻ നോക്കിയ പാടെ നമ്മൾ ആദ്യം പാലാരിവട്ടം സ്റ്റേഷനാണ് നമ്മുടെ ഇത് വരുന്നത്. അവിടെ എന്തോ പോയപ്പോൾ അവരുടെ ജുഡീഷ്യറി അല്ലെന്ന് പറഞ്ഞു. കാരണം ഒന്നുകിൽ അമൽദേവിന്റെ വീട് ഇരിക്കുന്ന സ്ഥലം മണ്ണാർക്കാടാണ് അമൽദേവിന്റെ വീട്. ഓ. ഓക്കെ. അങ്ങനെ മണ്ണാർക്കാട് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്തു. സ്റ്റേഷനിലും അവിടെ ഡിവൈഎസ്പിയുടെ ഓഫീസ് സ്റ്റേഷനോട് ഒരുമിച്ച് എന്തുവാണ് അവിടെയാണ് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുന്നത്. ഡിവൈഎസ്പി എന്തുവാണ് അതിന്റെ അന്ന് ഞങ്ങളോട് സംസാരിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മൾ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് അവിടുന്ന് അവർ നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു. അവിടുന്ന് ഒരാളെ കൂടെ കൂട്ടി നമുക്കിടയിൽ അതിന്റെ ഇടയ്ക്ക് ഈ ഓഫീസിൽ വന്ന ടൈമിൽ ആധാർ കാർഡ് നമുക്ക് തന്നിരുന്നു. അമൽദേവിന്റെ ആധാർ കാർഡ് നമ്മുടെ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഒരു സാറും കൂടെ ചേർന്ന് നമ്മുടെ ഒപ്പം അമൽദേവിന്റെ വീട് അവരുടെ ഒപ്പം നമ്മൾ പോയി. അമൽദേവിന്റെ വീട്ടിൽ പോയി. അമൽദേവിന്റെ അമ്മ ചെന്നപ്പോ അമ്മയായിരുന്നു. അമ്മ അപ്പം ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പം പിന്നെ അവിടെ നിന്ന് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. അവർ തന്നെ പറഞ്ഞ് ഞങ്ങൾ ലോൺ എടുത്ത് മോനെ വിട്ടയാണ്, അവൻ ചെയ്തത് ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള സംസാരങ്ങളായിരുന്നു അവരുടെ അടുത്ത് നമുക്ക് വന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് പിന്നെ അതിനുശേഷം സ്റ്റേഷനിലും അമൽദേവിന്റെ അപ്പൻ എന്തോ എക്സ് മിലിറ്ററി എന്തോ ആണ്. പിന്നെ സ്റ്റേഷനിലും അവരുടെ സ്ഥലമാണല്ലോ, അപ്പൊ അവർക്ക് അവരുടേതായ സ്വാധീനങ്ങൾ അവിടെ ഉണ്ട്. എന്തോ സ്റ്റേഷനിൽ നിന്ന് അതിന് ലാസ്റ്റ് പറഞ്ഞു അമൽദേവിനെ ഇത്ര ദിവസത്തിനുള്ളിൽ അമൽദേവിനെ ഇവിടെ ഹാജരാക്കുക, അല്ലെങ്കിൽ അമൽദേവ് ഈ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ അവിടെ നിന്ന് വിട്ടു. പിന്നെ നമ്മൾ അവിടെ ഇല്ലാത്തതിനാൽ ഞാൻ തിരിച്ചു കയറി പോരുകയും ചെയ്തു. ഇതാണ് അന്ന് നടന്ന സംഭവങ്ങൾ. ഓക്കെ. അപ്പൊ ഇതില്
നമുക്ക് ഞാൻ പറഞ്ഞു ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്രിസ്പ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഷോർട്ട് ആൻഡ് ഓക്കെ സ്വീറ്റ് ഓക്കെ ആയിട്ട് ഓക്കെ പോകാം. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ കാരണം വേറെ ഒന്നല്ല, ഇനി ഇവളുടെ 1.5 കോടിയുടെ കണക്ക് ഇപ്പോൾ മനസ്സിലായി. അതിനകത്ത് എത്ര ഇൻവോൾവ്മെന്റ് പരിപാടികൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ക്ലാരിറ്റി വന്നു. ഓക്കെ. ആ ഇതിലിപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ മരണത്തിന് കാരണം ഞാൻ ഉത്തരവാദിയാണെന്ന് പറയുന്നതിൽ ആ ഒരു വോയിസ് ക്ലിപ്പ് നമുക്ക് കേൾക്കാം. എന്നിട്ട് ആ നമുക്ക് അതിനകത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ ഓക്കെ പുള്ളിക്കാരിയുടെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നുണ്ട്. ഓക്കെ 1.5 കോടി രൂപ പറ്റിച്ച് അതുകൊണ്ട് ഇത് സുഖമായി നമ്മൾ ക്ലിയർ അച്ഛനെ ചെയ്തു. കൊണ്ട് ആ ജീവിക്കുന്ന നീരജ മൂസ. ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഒരു ഓപ്പൺ വെല്ലുവിളിയായിട്ടാണ്. ഈ പറയുന്ന വിസ തട്ടിച്ച 1.5 കോടി രൂപ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ ഹോം വിസ ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഒരു രൂപയെങ്കിലും എന്റെ അക്കൗണ്ടിലോ എന്റെ കയ്യിലോ എനിക്കോ കിട്ടിയതായിട്ടുള്ള ഇതൊന്ന് ക്ലാരിറ്റി ഒന്ന് വരുത്താം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ട്. കയ്യിൽ അപ്പൊ നമുക്ക് ഉറപ്പാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ പോയിട്ടില്ല. എന്നാൽ അമലിന്റെ അക്കൗണ്ടിലേക്ക് പോയിരിക്കും നമുക്കറിയാം. കയ്യിൽ ആ കിട്ടാനുള്ള സാധ്യതകൾ വല്ലതുണ്ടോ? കിട്ടിയിട്ടുണ്ടാവുമോ? ഇവർക്ക് എന്തെങ്കിലും എനിക്ക് പോസിബിലിറ്റീസ്, അതിന്റെ തെളിവുകൾ വല്ലതും കിട്ടിയിട്ടുണ്ടോ? നീരജയ്ക്ക് എന്തായാലും അമൽദേവ് പൈസ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു മാസത്തോളം ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ഒരു നിലയെ മാത്രം കണക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തോളം ഈ കാര്യങ്ങളുടെ എല്ലായിടയിൽ നിന്ന് ഒരാൾ മീഡിയേറ്റർ നിൽക്കില്ലല്ലോ. 1-2 ഓക്കെ. മാസത്തോളം, ഒന്നല്ല 2 മാസത്തിൽ മേളിൽ, 2 നമുക്ക് അസ്യൂം മാസത്തിൽ ചെയ്യാൻ മേളിൽ, പറ്റും തെളിവില്ല അതിനകത്തേക്ക്. അല്ല 2 ഒരു മാസത്തിൽ ഒരു മേളിൽ ഒരിക്കലും ഒരു ലാഭമില്ലാതെ ഒരാൾ ഇടയ്ക്ക് നിൽക്കില്ല. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അത് അതിനിടയിൽ നമുക്ക് ഞാനും നമുക്ക് നീരജും നമുക്ക് അതിന് തമ്മിൽ നല്ല തെളിവില്ല. കാരണം ഉരസലുകളും എന്ന് വെച്ച് വഴക്കുകളും കഴിഞ്ഞാൽ ഉണ്ടാകുന്നുണ്ട്. ഈ ഉണ്ടാകുന്ന അതെ 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 വഴക്കുകളൊക്കെ നടക്കുമ്പോൾ ഒരാൾ ഇടയ്ക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, നമുക്കിത് മനസ്സിലായി. തെളിവില്ല പക്ഷെ അതിന്, അല്ലെ? ആ ആ. ഇനി എന്തായാലും അമല് വന്ന് പറയണം. അമൽ വന്ന് പറയണം. അതെ, അമൽ ഓപ്പൺ ആയിട്ട് വന്ന് പറഞ്ഞു. കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ കൊടുത്തില്ല, കൊടുത്തെന്ന് പറഞ്ഞാൽ കൊടുത്തു. പിന്നെ അത്രേ ഉള്ളൂ. ഓക്കെ. ഒരിടത്തും ഞാൻ ഈ പറയുന്ന 1.5 കോടി എന്നൊരു എമൗണ്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ടില്ല. അത് പിന്നെ ഉള്ള ഓരോരുത്തരത്ത് ഇങ്ങനെ വന്നാവാം. ഞാൻ പറഞ്ഞേക്കുന്നത് ഈ എമൗണ്ട് ആണ്, 1.20 എന്നുള്ളൊരു എമൗണ്ട് ആണ് 1,20,00,000 രൂപ. 20 ഓക്കെ. ലക്ഷം. അപ്പൊ അതിനാണ്. അപ്പൊ ഇനി ബാക്കി കേൾക്കാം. ഓക്കെ ആരെങ്കിലും ഒരാൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 300K ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉൾപ്പെടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും ഞാൻ ഡിലീറ്റ് ചെയ്തതായി. 2, ഇപ്പൊ ലോകം എമ്പാടും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്ന പോലെ ഒരാളുടെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് മരിച്ചതാരാണ് നിങ്ങൾ? UK എക്സ്പ്രസ് എന്ന് പറയുന്ന നാട്ടിലെ ഒരു ഏജൻസിയുടെ 3 മുതലാളികളിൽ ഒരാളുടെ അച്ഛനാണ് കഴിഞ്ഞ മരണപ്പെട്ടിരിക്കുന്നത്. ഇനി മെയിൻ ഓക്കെ. ഇതിനകത്ത് അവൾ പറയുന്നത് UK എക്സ്പ്രസ് എന്നുള്ളൊരു 3 മുതലാളിമാർ, ഒരാളുടെ അച്ഛൻ മരിച്ചു. പക്ഷെ അതിനകത്ത് അവള് അത് ഞാനായത് കൊണ്ടാണെന്ന് എന്നൊരു തെളിവൊന്നും പറഞ്ഞിട്ടില്ല. അത് പെട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് വേറൊരു ടോപ്പിക്കിലേക്ക് പോവുകയാണ് ചെയ്തത്. പക്ഷേ ആ ഞാൻ ചോദിക്കുവാണ്, ഇതിനകത്ത് ഈ മരണമായിട്ട് നീരജയ്ക്ക് എന്താണ് പങ്ക് അതിനകത്തേക്ക്? കാരണം നീരജയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ടോ? കാരണം ആ ഒരു മുതലാളിയായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഉം. സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നീരജ ആ 1,20,00,000 രൂപ അന്ന് ഞങ്ങൾക്ക് തിരിച്ച് തന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ എൻ്റെ അച്ഛൻ മരിക്കില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ അവൻ്റെ പേര് പറയാനോ അവൻ്റെ വോയിസ് ഷെയർ ചെയ്യാനോ ഞാൻ നിൽക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ നീരജ് പറഞ്ഞത് അവൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു ഞാനായിട്ടല്ല എന്ന് പറഞ്ഞു നീരജ് എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ബ്ലസം പറ, ഇത് എന്താണ് ഇതിൽ എന്താണ് അവൾ പങ്ക് ഇതിനകത്തുള്ളത്? ബ്രോ, ഒരിടത്തും നീരജ കാരണം എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതെല്ലാം ഒരു ഇൻസിഡന്റ് ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കണക്റ്റഡ് ആണ്. കാരണം അതെ. എന്നാന്ന് ചോദിച്ചാൽ ഈ പ്രശ്നത്തിന് മുമ്പ് ബ്രോനോട് ഓൾറെഡി ചോദിച്ചിട്ടതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു എഫ്ഐആറോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നും യാതൊരുവിധ സാധനങ്ങളും ഒരു പ്രശ്നങ്ങളോ ഈ 2023 നമ്മുടെ പേരിൽ ഇല്ല. ഓക്കെ. എവിടെ വേണേലും നിങ്ങൾക്ക് നോക്കാം. അതായത് യാതൊരു നീരജിനെ പ്രശ്നങ്ങളും കാണുന്നതിന് മുമ്പ് നിങ്ങളുടെ മേലെ ഒരു FIR ഇല്ല, ഒരു കേസ് ഇല്ല. കാണുന്നതല്ല. 2023 ലാസ്റ്റ് വരെ നമ്മുടെ പേര് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. 2023 ഇല്ല. ജൂണിലാണ് ഓക്കെ. ഈ കാര്യങ്ങൾ നടക്കുന്നത്. അതിന് ശേഷം അപ്പം ഈ 1,20,00,000 രൂപ എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഇപ്പൊ അതെ. ഇത്രയും പൈസ പോയപ്പോഴത്തേനും നമ്മൾ അവിടുന്ന് മറിക്കും ഇവിടുന്ന് മറിക്കും വിൽക്കാൻ പറ്റുന്നത് വിൽക്കുവാനാണ്. ഈ പറയുന്ന ആള് കുറച്ച് അവന്റെ പ്രോപ്പർട്ടി ഒക്കെ വിൽക്കും. അങ്ങനെയൊക്കെ പല പല സംഭവങ്ങളും ഇതിനെ കണക്ട് ചെയ്ത് നടക്കുകയൊക്കെ ഉണ്ടായി. ഓക്കെ. അപ്പം അതിനെ കണക്ട് ചെയ്ത് ഈ 1.20 എന്നുള്ളത് പതുക്കെ 1.30 പിന്നെ 1.50. കാരണം നമ്മൾ ഈ മറിക്കുന്നതും മിക്ക പലിശക്കാരുടെ അടുത്തൊക്കെ എടുക്കുമ്പോൾ അറിയാമല്ലോ കൊടുക്കുന്ന അതെ. പലിശകളും കാര്യങ്ങളും. നമ്മൾ ഇത് എടുക്കുന്നതിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഈ അതെ. തന്നിരിക്കുന്ന എഗ്രിമെന്റ് നമ്മൾ പാലിക്കപ്പെടുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഓക്കെ. ഈ എഗ്രിമെന്റ് നമുക്ക് പാലിക്കപ്പെടുമെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഇത്. അങ്ങനെയാണ് നമ്മൾ ഈ 1.20 എന്നുള്ള കടം പതുക്കെ പതുക്കെ കൂടി 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 മേളിലോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് കയറിപ്പോയി. ഊഹിക്കാം അതിനകത്ത്. അത് നമുക്ക് പറയാം. നമ്മൾ സാധാരണക്കാർ നമ്മൾ കടം മേടിക്കുക, അല്ലെങ്കിൽ മറിക്കും, ലോൺ എടുക്കുക, പലിശക്കാരന് മേടിക്കുക, അപ്പൊ പലിശ കൊടുക്കണം. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഞാൻ പറഞ്ഞ ആളുണ്ടല്ലോ, ആ പാർട്ണർ, അവൻ നല്ല ആ. രീതിയിൽ പലിശക്കാരുടെ അടുത്ത് പൈസ എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഓപ്പണായിട്ട് പറയാമല്ലോ, അതെ. നല്ല രീതിയിൽ പലിശക്കാരുടെ അടുത്ത് പൈസ മേടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവൻ ആ പലിശ കൊടുത്തോണ്ടിരിപ്പുണ്ട്. ഇപ്പോഴും സ്റ്റിൽ നൗ അത് ഈ പറഞ്ഞു. ദിവസം. അവന്റെ വോയിസ് ക്ലിപ്പുകൾ എന്റെ കിടക്കും. പക്ഷെ അത് ഷെയർ ചെയ്യാൻ പറ്റുന്ന വോയിസ് ക്ലിപ്പ് അത് അല്ലാത്തത് അതാണ് ഷെയർ ചെയ്യുന്നില്ല. അത് ആ പേരൊന്നും ഞാൻ എടുത്തിടാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പക്ഷെ അതെ. ഇപ്പോഴും അവൻ ആ കടങ്ങൾ പലിശ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു അതെ. സാഹചര്യം വന്നപ്പം സാധാരണക്കാരാണ്, മക്കൾക്ക് വലിയൊരു കടമൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അവരും തമാശയായിട്ട് എടുക്കും. ആദ്യം ഒരു പലരും സംസാരിച്ചപ്പോൾ ആള് ആദ്യം പറഞ്ഞത് മക്കൾ ചെയ്യുന്നത് മക്കൾ നോക്കിക്കോളും, അവന്മാർ എന്താണെന്ന് വെച്ചാൽ ഡീൽ ചെയ്യുന്നോളൂ. പക്ഷെ അത് അതെ. പതുക്കെ പതുക്കെ പുള്ളിയുടെ വീടിനെയും പുള്ളിയുടെ താമസിക്കുന്ന വീടിനെ അല്ലെങ്കിൽ സ്വത്തുക്കളെയൊക്കെ ബാധിക്കുന്ന രീതിയിലേക്കാണല്ലോ ഇത് പോകുന്നത് മുന്നോട്ട് പോകുമ്പോൾ. അതെ, അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും. വന്നപ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ്. ചിലപ്പോൾ ഈ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ പൈസ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ
അല്ല അതാണ് എൻ്റെ അടുത്തും സോൾവ് പുള്ളി ആകുന്ന ഒരു പറഞ്ഞത്. പ്രശ്നമാണ്. ആ ഒരു 1.5 ഇല്ലെങ്കിൽ 1,20,00,000 രൂപ എങ്ങാനും ഇല്ലെങ്കിൽ 48 രൂപ എങ്ങാനും തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരു അതാ ഞാൻ പക്ഷേ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും പറയുന്നതാണ്, ആ പൈസയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാകത്തില്ലായിരുന്നു ബ്രോ. ഓക്കെ. അപ്പൊ ഈ ഒരു തട്ടിപ്പിലൂടെ അതായത് നീരജയുടെ കേസിലൂടെയാണ് നിങ്ങൾ കടക്കാരാവുന്നത്. ഓക്കെ. അതിനു മുമ്പ് നിങ്ങൾ 101%. അതിന്റെ മുമ്പ് നമുക്ക് യാതൊരു ഒരു നെഗറ്റീവ് ഒരു കാര്യങ്ങളും ഇല്ല. ആകെപ്പാടെ ഓക്കെ. ഈ RG ലൈസൻസ് ഞാൻ പോയ ഞാൻ സമയത്ത് ഞാൻ ഒരു ഒന്ന് ഡിലേ ഓപ്പൺ ആയിട്ട് മാത്രമേ ഉള്ളൂ. കാരണം ആ ഇതിനു മുമ്പ് ആ. നിങ്ങൾ വല്ല വിസ സ്കാമുകളോ വിസ തട്ടിപ്പുകളോ ചെയ്തിട്ടുണ്ടായിരുന്നോ ഇല്ല, ഒരു ഇതിനകത്തേക്ക്? പ്രശ്നം നമ്മുടെ സമയത്ത് സംഭവിച്ചിട്ടില്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്ത് ആകെ ഒരു ഹോമോയിൽ മാത്രമാണ് പ്രോപ്പറായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അത് ഫസ്റ്റ് ബാച്ച് അവർക്ക് അത് പക്ക പ്രോപ്പറായിട്ട് എല്ലാം ആ ഹോമിന്റെ ഒരു ട്രെയിനിങ് കമ്പനി ത്രൂ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ ഓക്കെ. കാര്യങ്ങളും പ്രോപ്പറായിട്ട് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫസ്റ്റ് ബാച്ച് കംപ്ലീറ്റ്, സെക്കൻഡ് ബാച്ച് കംപ്ലീറ്റ്, തേർഡ് ബാച്ചിന്റെ സമയത്താണ് അവരുടെ ലൈസൻസ് പോകുന്നത്. ആ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഓക്കെ. നീരജിലേക്ക് ഓക്കെ. അപ്പൊ ഈ പോകുന്നതും ഈ നീരജ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അതിനകത്ത് പറഞ്ഞ ഇവർക്കെതിരെ 10 FIR ഉണ്ട്, വിവിധ FIR ഉണ്ട്. അതെല്ലാം ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് അത് വേറെ ഏതെങ്കിലും കേസിലൂടെയാണ് ഇതൊക്കെ FIR വന്നിരിക്കുന്നത്? ഈ പറയുന്ന 8 കാൻഡിഡേറ്റ്സിനെയും നമ്മൾ നിപ്പിൽ സോർട്ട് ചെയ്തു. കാരണം ആ സമയത്ത് നമുക്ക് ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ 8 പേരേ ഉള്ളൂ. അപ്പൊ ഇവരെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അപ്പൊ നമ്മൾ ഓക്കെ. ഇവിടുന്ന് പറ്റുന്ന പോലൊക്കെ ചെയ്ത് 8 പേരെ സോർട്ട് ചെയ്തു. 8 പേരിൽ അവർ തന്ന പൈസക്കായി കൂടുതൽ തിരിച്ചു കൊടുക്കേണ്ടി വന്ന കാൻഡിഡേറ്റ്സും ഉണ്ട്. കാരണം അവർക്ക് അവർ ഓക്കെ. എപ്പോൾ പറഞ്ഞു അവർക്ക് മറ്റേ UK നാരിക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്ന TCC കാൻഡിഡേറ്റ്സ് വരെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ 8 പേരിലില്ല. 8 പേരെ നമ്മൾ അന്നേ ക്ലോസ് ചെയ്തു. ഓക്കെ. കാരണം ആ ഓക്കെ. സമയത്ത് നമുക്ക് വേറെ പ്രശ്നങ്ങളോ ബാധകളോ, അപ്പൊ നമ്മൾ എങ്ങനെയും പൈസ ആക്കുക, ഈ പൈസ നമുക്ക് കിട്ടും, റീഫണ്ട് നമുക്ക് തരും, എഗ്രിമെന്റ് തന്നേക്കുമല്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇത് കിട്ടും എന്നുള്ള രീതിയിൽ നമ്മൾ ഇത് ആ. മൊത്തം എടുത്ത് ചെയ്ത് റീഫണ്ട് ചെയ്ത് തീരുമാനമാക്കി ആ സമയത്തത്. ഓക്കെ. എന്നിട്ട് ഈ അപ്പൊ ബാൻ കിട്ടിയ കാൻഡിഡേറ്റ്, ഞാൻ പറഞ്ഞല്ലോ ഒരാൾക്ക് ബാൻ കിട്ടിയെന്ന്, ഈ ബാൻ കിട്ടിയ ആളെ നമുക്കത് പ്രോപ്പറായിട്ട് ഒരു സോളിസിറ്ററിനെ വെച്ച് ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സോളിസിറ്റർ വഴി ഓക്കെ. മനസ്സിലായി ബ്രോ. ആ അതല്ല ബാൻ നമുക്ക് മാറി ഈ എടുക്കുകയും ചെയ്തു. ഈ FIRകൾ എങ്ങനെയാ വന്നത് അതിനകത്ത്? FIR വന്നത് ഈ പൈസ ഇത്രയും മറിഞ്ഞല്ലോ. അതിനുശേഷം എന്താ പിന്നെ സംഭവിക്കുക, നിൽക്കാനുള്ള മനുഷ്യനാണ്, നിൽക്കാനുള്ള പരിപാടി നോക്കും. അപ്പൊ അവിടുന്ന് അങ്ങോട്ട് ഓക്കെ. വരുന്ന ഇങ്ങോട്ട് മറിക്കുക, അങ്ങനെ ചെയ്ത് അതായത് വേറെ വിസകളിൽ നിന്ന് പൈസ മേടിച്ച് മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് അതിനകത്തുള്ള ഒരു ക്ലാഷ് വന്ന് പണി കിട്ടി അതിനകത്ത്. ക്ലാഷ് വന്നതാണ്. ഓക്കെ. ആ മനസ്സിലായി. അപ്പൊ അതിനെ അങ്ങനെയാണ് തുടർന്നുള്ള FIRകൾ ക്ലാഷുകൾ പല അതിനെ സ്ഥലങ്ങളിലേക്ക് തുടർന്ന് അതെപ്പോ വന്നത് മൊത്തം ഈ 2023 ഈ 2024 കാലഘട്ടത്തിൽ, അത് അവസാന കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. അത് ഇതിനെ തുടർന്ന് ഇതിനെ രക്ഷപ്പെടാൻ വേണ്ടി പൈസ മാനേജ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ള പൈസ പരിപാടികളാണ് മാനേജ് നിങ്ങൾ ചെയ്തുള്ള പറഞ്ഞത്. പ്രശ്നങ്ങളാണ്. അതിനകത്ത് പലതും പറ്റിയത് അങ്ങനെയല്ല. നമ്മൾ ഈ കാൻഡിഡേറ്റ്സിന്റെ പൈസ എടുത്ത് വേറെ ആൾക്ക് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ഫയൽ എവിടുന്നെങ്കിലും ഇട്ട് ചെയ്ത് ഈ പ്രശ്നം സോർട്ട് ചെയ്യാനുള്ള കാര്യം നോക്കും. ഓക്കെ. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം മനസ്സിലായി. സോർട്ട് ചെയ്യാൻ എവിടുന്നെങ്കിലും ഫയൽ എടുക്കുക, ചെയ്യുക, ഒരു രൂപ എടുത്ത് റീഫണ്ട് കൊടുക്കുക, അങ്ങനെ ഒരു രീതിയിലേക്ക് വന്നു. അതിന് മുമ്പ് നമ്മൾ ഓക്കെ. പ്രോപ്പറായിട്ട് മാത്രമേ അതിനുശേഷം ചെയ്തിരുന്നുള്ളൂ. 2024 ശേഷം നിങ്ങൾ പിന്നെ വിസ പരിപാടികൾ ചെയ്യുന്നുണ്ടോ, കച്ചവടം ചെയ്യുന്നുണ്ടോ? ഇല്ല, 2024 നമ്മൾ ഈ പരിപാടി നിർത്തി. ഈ പണിയോടുകൂടി പരിപാടി നിർത്തി. 2024 ഓക്കെ. ലാസ്റ്റിൽ ഇപ്പൊ മൊത്തം നിർത്തി. ഇപ്പൊ കാരണം ഞാൻ ബാക്കിയുള്ളവരുടെ പറയാം, പൈസ ക്ലിയർ അടച്ചു ആക്കാം. കൊടുക്കാനുള്ള ഓട്ടത്തിലാണെന്നാണ് കേട്ടത്. അതുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം മനസ്സിലായി. നമ്മൾ ഇത് എങ്ങനെയും ഒരു ഫയൽ ചെയ്താൽ 1 രൂപ കിട്ടുന്ന എന്താട്ടെ, 1 രൂപയെങ്കിലും കിട്ടിയ 1 രൂപ ഒരു കാൻഡിഡേറ്റിന് റീഫണ്ട് ആക്കാവില്ല. ആ ഒരു രീതിയിലായി നമ്മുടെ മൈൻഡ്. അപ്പൊ നമ്മൾ ഓക്കെ. എന്ത് ഞാൻ അവിടുന്ന് ചോദിക്കട്ടെ, ഇവിടുന്ന് ഈ 45 കിട്ടുന്നിടത്തു പേരുടെ നിന്ന് കണക്ക് ഇതൊക്കെ നീരജ് സംഭവിച്ച ഞാൻ പറയാം. അല്ല, അത് പുറത്തുവിടുന്നുണ്ടായിരുന്നു. ഞാൻ പറയാം. അപ്പൊ നമ്മൾ കിട്ടുന്നിടത്തു നിന്ന് എങ്ങനെയൊക്കെ ഇത് സോർട്ട് ആക്കാൻ നോക്കും. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി പോയി സ്കാമുകളിൽ വീണു. സ്കാമുകൾ എന്ന് ഓക്കെ. പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വിസ ഇല്ലാത്ത ജോലി ഇല്ലാത്ത വിസകളിൽ അതിലൊക്കെ നമ്മൾ പോയി വീടും. ഉള്ള ഓപ്പൺ ആയിട്ട് പറയാമല്ലോ. ഓക്കെ. അതിനകത്തിലെ മനസ്സിലായി. പലരും ഇവിടെ എത്തിയ ശേഷം, ഈ UK എത്തിയ ശേഷം എനിക്ക് തോന്നുന്നു പലരും ഇവിടുത്തെ നമ്മൾ കോൺടാക്ട് ചെയ്ത് അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്തു. അപ്പം വീണ്ടും നമ്മൾ മാറ്റി കൊടുക്കണം. ഇവിടെ എത്തിയ ശേഷം മാറ്റി കൊടുക്കുമ്പോൾ വീണ്ടും നമ്മൾ തന്നെയാണ് അവർക്ക് പൈസ കൊടുക്കുക. അവർ തന്നെ കണ്ടെത്തി എവിടെയെങ്കിലും വിസ കണ്ടെത്തി വന്നാൽ അതിനും പൈസ നമ്മളാണ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു കൊടുക്കേണ്ടി വരിക. 10 കൂടുതൽ ആൾക്കാരെ നമ്മൾ അവർ കൊടുത്തു. 10 കൂടുതൽ ആൾക്കാരെ ഓക്കെ. കൊടുക്കുമ്പോൾ എത്രയാണ് ബ്രോന് ചിന്തിക്കാമല്ലോ. മനസ്സിലായി. അതിനകത്ത് അങ്ങനെയാണ് ഇത് ഗ്രാജുവലി വളരെ ഇങ്ങനെ ഡെവലപ്പായി വലിയൊരു ഡെപ്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഓക്കെ. ഇപ്പൊ നിങ്ങൾ ആക്ച്വലി മറ്റേ 8 പേരിന്റെ പൈസ തീർക്കാൻ വേണ്ടി ലോൺ എടുത്ത് കടമെടുത്ത് അതിന്റെ ഇടയിൽ ആ കടം വീട്ടാൻ വേണ്ടി വീണ്ടും കാൻഡിഡേറ്റ്സിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അപ്പോൾ അതിനകത്തുനിന്നും പണി കിട്ടി. അങ്ങനെയാണ് പൈസകൾ വീണ്ടും പെരുകി ഇപ്പൊ യെസ്, വലിയൊരു കടമായിട്ട് ഇപ്പൊ യെസ്, തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നത്. അതെ. ഒളിവിലാണെന്ന് പറയുന്നുണ്ട്. പ്ലസ് ഒളിവിലാണോ? ഇവിടെ ആരും ഒളിവിലല്ല. ഇതിനകത്ത് ഞാൻ തന്നെ ഓക്കെ. ഒളിവിലല്ല. ഒളിവിലാണ് ഞാൻ. ഓക്കെ. ഇതിനകത്ത് ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടോ ആർക്കെങ്കിലും? ഞാൻ ഇല്ല, ഒളിവിലാന്ന് ആരാ ഞാൻ ആ പറഞ്ഞത്? വോയിസ് നീരജ കേട്ടു. നിങ്ങൾ മാത്രമേ പൈസ തിരിച്ചടച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്നൊരു നീരജ വോയിസ് മാത്രമേ ഞാൻ ഒളിവിലാന്ന് കേട്ടായിരുന്നു. ഞാൻ ഒളിവിലാന്ന് നീരജ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. വേറെ ആരും എന്നെ വിളിച്ചിട്ട് കിട്ടാതിരുന്നിട്ടില്ല. പ്രോ ആണെ പോലെ ഓക്കെ. എന്നെ ആര് വിളിച്ചാലും എന്നെ കിട്ടാതിരുന്നിട്ടില്ല. വിളിക്കുന്ന എല്ലാവർക്കും ഞാൻ തീർച്ചയായിട്ടും. റെസ്പോണ്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറും ഓക്കെ. ഉണ്ട്. നമ്മളും വെരി ബാക്കി ഗുഡ്. കാര്യങ്ങൾ ഓക്കെ. തീർക്കണമല്ലോ. അപ്പൊ ഈ ഇപ്പൊ തീർക്കാനുള്ള ഇപ്പൊ ഓട്ടത്തിലാണ് ഇപ്പൊ നമ്മള്. ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ആ. ബാക്കിയുള്ളവർ ഇനിയിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് പ്ലസ് വൺ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി ഒരുപാട് പേര് വരുമായിരിക്കും. പക്ഷെ ഇനി പൈസ കൊടുത്ത് തീർത്തു തുടങ്ങിയോ അതോ എന്താണ് പരിപാടി? നമ്മളിത് ഞാൻ പറഞ്ഞില്ലേ, 1 രൂപ എന്നുള്ളത് കൂടി ഏതാണ്ട് 2 മേളിലേക്ക് എത്തിയായിരുന്നു. അതിനുശേഷം നമ്മളത് കുറച്ച് ഇപ്പൊ ഏതാണ്ട് ഒരു
എനിക്ക് തോന്നുന്നു ഒരു 70-80 നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അത്രയും കൂടെ ഉള്ളൂ ഇനിയും ഓക്കെ കൊടുക്കാനുള്ള. ഓക്കെ മനസ്സിലായി. ദൈവം ഓക്കെ ഞാൻ സഹായിച്ചാൽ ഈ വർഷം അവസാനത്തോടുകൂടി അത് നമ്മൾ തീർപ്പാക്കും. അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ എല്ലാവർക്കും ഡേറ്റ് ഒക്കെ പൈസ തിരിച്ചു വെച്ചേക്കുക. കൊടുക്കുന്നുണ്ട് അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പിന്നെ കഴിഞ്ഞ ദിവസത്തെ നീരജ ഇട്ട എഫ്ഐആർ എന്ന് പറഞ്ഞ് നീരജ ഇട്ട ആ എഫ്ഐആർ ഇട്ട കാൻഡിഡേറ്റ്സിന്റെ അതിനകത്ത് നീരജ പറയുന്നുണ്ടല്ലോ 2 പേര് കൊല്ലത്തുനിന്നുള്ള. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ അതെ 2 കാൻഡിഡേറ്റ്സ് ഉള്ളൂ നമുക്ക് കൊല്ലത്തുനിന്നുള്ള. അവരുടെ വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. അവരെന്താണ് അതെ പറഞ്ഞത് തന്നിട്ടുണ്ട്. കേട്ടല്ലോ. അതെ. അപ്പൊ അപ്പൊ അങ്ങനെ അതിനകത്ത് അവര് പൈസ തരുന്നുണ്ട്, പൈസ തന്ന് തീർക്കുന്നുണ്ടെന്നാണ് വോയിസ് ക്ലിപ്പിൽ പറഞ്ഞത്. അതെ അതെ അതെ. നമ്മളങ്ങനെ ഓക്കെ എല്ലാവരുടെയും പൈസ കൊടുത്ത് തീർത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് സമയം വേണം. കാരണം ഇത്രയും വലുതാണ്. അപ്പൊ നമുക്ക് സമയം എടുത്ത് ഒറ്റയടിക്ക് നമുക്ക് തീർച്ചയായിട്ടും കൊടുത്തു തീർക്കാൻ അണ്ടർസ്റ്റാൻഡ് നമ്മുടെ ഫണ്ടില്ല. അപ്പൊ നമ്മൾ മനസ്സിലായി പതുക്കെ ഈ നിമിഷം വരെ കൊടുത്ത് മനസ്സിലായി തീർക്കുന്നുണ്ട്. ഓരോ മാസവും മനസ്സിലായി ഇനി ഇത്ര വീതം നമ്മുടെ എല്ലാവരുടെയും കൊടുത്ത് മനസ്സിലായി. തീർക്കുന്നുണ്ട്. ഓക്കെ എല്ലാവരും അപ്പോ നമ്മളൊപ്പം ആ നിൽക്കുന്നുണ്ട്. കാൻഡിഡേറ്റ്സ് ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, എല്ലാ അതെ കാൻഡിഡേറ്റ്സും നമ്മുടെ ഒപ്പം നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. കാരണം അവർക്ക് പൈസ ഓക്കെ കിട്ടുന്നുണ്ട്, കുറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. ഓക്കെ അതിന്റെ ഇടയ്ക്ക് ഓക്കെ 1-2 മാത്രം ഈ പറയുന്നത് എഫ്ഐആർ ഇട്ടതിൽ 2 എന്തോ മാത്രം കോർട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അത് അവർ എഫ്ഐആർ ഓക്കെ അല്ല ഇട്ട് അവർ വേറെ ഏതോ രീതി കോർട്ട് ത്രൂ എന്തോ ആണ് ഇതായത്. അപ്പം ഓക്കെ അത് മനസ്സിലായി അത് കാരണം ആ 2 മാത്രം പെൻഡിങ് നിൽപ്പുണ്ട്. അപ്പൊ അത് സോർട്ട് ചെയ്യാനുള്ള കാര്യവും എന്റെ പാർട്ണറുള്ള ആൾ ചെയ്തിട്ടുണ്ട്. അവനതിൽ കുറച്ച് പൈസ അറേഞ്ച് ചെയ്ത്. പക്ഷെ അത് ഈ കോർട്ട് ത്രൂ എന്തോ മാത്രമേ അത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ കോർട്ടിൽ മനസ്സിലായി. പോയതായത്. സെറ്റിൽമെന്റ് അപ്പം ആയിരിക്കും അല്ലെ? സെറ്റിൽമെന്റ് എന്തോ. അപ്പൊ അതുകൊണ്ട് അത് മാത്രം അവിടെ നിൽപ്പുണ്ട്. അതും എന്റെ ഊഹ ശരിയാണെങ്കിൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് ക്ലോസ് ആകും. കാരണം അത് 2025 ലാസ്റ്റോടെ ക്ലോസ് ആവും അല്ലേ? 2025 വരെ പോകത്തില്ല, 2-3 ആഴ്ചക്കുള്ളിൽ. അത് കാരണം അത് അവിടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു വസ്തു ഉണ്ടായിരുന്നു. അപ്പൊ ആ വസ്തുവിലൊക്കെയാണ് വെച്ചിട്ടാണ് ഇവർ ഈ കോർട്ട് ത്രൂ മൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ മനസ്സിലായി. അപ്പൊ ഓക്കെ അത് ഓൾറെഡി അപ്പൊ സോർട്ടായി ഓൾമോസ്റ്റ്. ഓക്കെ ഞാൻ ഈ ബാക്കി വീഡിയോ പ്ലേ ചെയ്യാം. പോയിന്റിലേക്ക് വരാം. ഞാൻ പറ്റിച്ചു എന്ന് പറയുന്ന 8 കുട്ടികൾ ഉൾപ്പെടെ 46-ലധികം കുട്ടികൾക്കാണ് UK എക്സ്പ്രസ് വിസ കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചതും പൈസ തട്ടിച്ചുകൊണ്ട് പോയത്. ഇതിനെതിരെ എനിക്കറിയാവുന്നതുൾപ്പെടെ കേരളത്തിൽ 6 ലെയർ സ്റ്റേഷനുകളിൽ സോ ആ 46 കുട്ടിയുടെ കഥയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അല്ല, ആ 46 എന്നുള്ളത് ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. അതിനകത്ത് 46 ഒന്നും ഇല്ല. ഈ 46 അതൊന്നൊരു വലിയ ഫിഗറിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ആ 46 എന്നുള്ളൊരു ആ ലിസ്റ്റ് വന്നതിന്റെ റീസൺ ഞാൻ പറയാം. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് മൊത്തം എഴുതി വെച്ച അന്ന്, ഇപ്പോഴല്ല കുറേ കാലം മുമ്പ് എഴുതി വെച്ച ലിസ്റ്റാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു RGയിലെ ഒരു 3rd ബാച്ച് വന്നിരുന്നു. ആ ബാച്ച് ആ ലൈസൻസ് ഓക്കെ പോയി. ആ സമയത്തുള്ള ഏതാണ്ട് അതിനകത്തൊരു 20 പേരോളം ഉണ്ട്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ കാൻഡിഡേറ്റ്സ്. അങ്ങനെയാണ് ആ ഓക്കെ ലിസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ 20 കാൻഡിഡേറ്റ്സ് അവിടെ ഉണ്ട്. അവരെ നേരെ RGന്ന് പ്രോപ്പറായിട്ട് അവർക്ക് റീഫണ്ട് പോയി. അവരൊക്കെ പറഞ്ഞു പോയി. അതിനകത്ത് ഓക്കെ 1-2 പേരെ മാത്രമാണ് അല്ലാതെ മാറി നിന്നത്. പിന്നെ ഇതേ കെയർ ഹോമിലാണോ പുള്ളിക്കാരി വർക്ക് ചെയ്യുന്നത്? ഇതേ കെയർ റൂമിലാണ് ആള് വർക്ക് ചെയ്യുന്നത്. ഓക്കെ മനസ്സിലായി. ആ. സംഭവം എന്താ വെച്ചാൽ ബ്രോ അതാണ് ആള് ഇനി പറയുന്നത് ഞങ്ങൾ ത്രൂ എത്തിയവരാണ് ആ കെയർ റൂമിലുള്ളത്. അതാണ് ആദ്യത്തെ വീഡിയോ ഞാനും ഓക്കെയാണ്, UK അതെ എക്സ്പ്രസ് ഓക്കെയാണ്. അത് രണ്ടാമത്തെ വീഡിയോ പറയുന്നുണ്ട് ആയപ്പോഴത്തേക്ക് അത് മാറി. പറയുന്നുണ്ട് അല്ല അത് രണ്ടാമത്തെ പറയുന്നുണ്ട്. ആ വീഡിയോ ക്രെഡിറ്റ് ആയപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് മാറി. തരുന്നുണ്ട്. ഓക്കെ ആ അത് പക്ഷെ കുഴപ്പമില്ല. രണ്ടാമത്തെ വീഡിയോയിൽ അത് അപ്പൊ മാറി കേട്ടോ. ഇപ്പൊ ഞാൻ ഓക്കെ കളരായി. ശരി 7 എഫ്ഐആറുകൾ UK എക്സ്പ്രസിനെതിരെ ഉണ്ട്. സേഫ് ഇത് കൂടാതെ തന്നെ UK എക്സ്പ്രസിനെതിരെയുള്ള വീഡിയോകൾ യൂട്യൂബ്, ഫേസ്ബുക്ക് മീഡിയകളിലൂടെ കഴിഞ്ഞ 4-5 വർഷങ്ങളിലായി പുറത്തു വരുന്നുണ്ട്. കൊല്ലത്ത് നിന്നുള്ള ഇതിന് 2 അത് പെൺകുട്ടികൾ നമ്മൾ ക്ലിയർ ചെയ്തു. ഈ വീഡിയോന്റെ കേസ് എന്തായിരുന്നു ബ്രോ? അത് ഞാൻ പറയാം. ഈ 4-5 വർഷമായിട്ട് UK എക്സ്പ്രസ് എന്നുള്ള സ്ഥാപനം ഇല്ല. പിന്നെ ഓക്കെ നമ്മുടെ ഇടയിൽ നമുക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടായത് 24-25 വർഷങ്ങളിൽ മാത്രമാണ്. 24 മുതലാണ്. ഇപ്പം 24-ലുണ്ടായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതിനെ തുടർന്നുള്ള ഒരു വീഡിയോ ആണ് ആ വന്നിരിക്കുന്നത്. അത് ഓക്കെ സത്യത്തിൽ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഇൻസിഡന്റ് അല്ല. ഞാനത് ഓൾറെഡി കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. അതിപ്പം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ പറയാം. അത് ആ കാൻഡിഡേറ്റിന്റെ ഇടയ്ക്ക് ഒരു മിഡിൽമാൻ ഉണ്ടായിരുന്നു. നമുക്ക് ആ ഫയൽ തന്നതിന്റെ ഇടയിൽ ഒരു ഓക്കെ മിഡിൽമാൻ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും മിഡിൽ മാൻ ആൾക്ക് ആണല്ലോ പണി. ആൾക്ക് പറ്റിയൊരു അബദ്ധമാണ്. ആളുടെ സൈഡിൽ നിന്ന് ആളുടെ മിസ്റ്റേക്ക് എന്ന് പറയത്തില്ല, ആൾക്ക് പറ്റിയ എന്തോ ഒരു അബദ്ധമാണ്. കാരണം COS എക്സ്പയർ ആയി പോയതാണ് അതിന്റെ ഇൻസിഡന്റ്. പക്ഷെ അത് ഓക്കെ പരാതിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ഒരു വേറെ രീതിയിലേക്ക് പോകുമല്ലോ. ഓക്കെ അപ്പൊ സംഭവിച്ചതെന്ന് വെച്ചാൽ 3 അതെന്തായാലും മാസമാണ് COSന്റെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 3 മാസമാണ് എക്സ്പയറി ഉള്ളത്. അവർ 3 മാസത്തിനുള്ളിൽ ഓക്കെ ആ വിസ ഇട്ടില്ല. അത് കാൻഡിഡേറ്റിന്റെ മിസ്റ്റേക്ക് അല്ല, ഇടയ്ക്കുള്ള ആളുടെ കമ്മ്യൂണിക്കേഷൻ എന്തോ പ്രശ്നത്തിൽ സംഭവിച്ചതാണ്. മനസ്സിലായി മനസ്സിലായി. അപ്പോ അതാണ് അതിനെ ഇനി തുടർന്ന് വന്ന ബാക്കി കേൾക്കാം. കംപ്ലൈന്റിന്റെയാണ് ആ ഇവരുടെ വീഡിയോ. പേരാണ് ഈ മുതലാളിമാരുടെ വീടുകളിൽ ചെന്ന് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഒരു മെയിൻ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. ഈ ഒരു പ്രശ്നം നടന്നിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളായി ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ട്, ഞാൻ പൈസ തട്ടിച്ചിട്ടുണ്ട് എങ്കിൽ പൈസ നഷ്ടപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ ആരും തന്നെ കഴിഞ്ഞ 3 വർഷം മുതൽ ഈ നിമിഷം വരെ കേരളത്തിലോ ഇന്ത്യയിലോ എനിക്കെതിരെ ഒരു കേസോ FIR ഞാൻ അത് ചോദിക്കാന്ന് ബ്ലസൻ ആക്ച്വലി നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവരുടെ ഗ്രൂപ്പായിട്ട് തട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവർക്കെതിരെ ഒരു FIR ഇടാൻ പറ്റില്ലേ? FIR ഇടാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം എറണാകുളത്തുള്ള ഒരു സ്റ്റേഷനിൽ പോയി, അതിനുശേഷം മണ്ണാർക്കാട് സ്റ്റേഷനിലും പോയി. ഈ രണ്ടിടത്ത് പോയതും ഇത് FIR ആക്കുക, പരാതിയാക്കുക എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഈ രണ്ടിടത്തും ഓക്കെ അവരെടുക്കാൻ UK നടന്ന വിഷയമാണെന്ന് പറയുന്നു. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ജൂറിസ്ഡിക്ഷൻ പിന്നെ ഒരു പ്രോബ്ലം ഉണ്ടോ ജൂറിസ്ഡിക്ഷൻ അതിനകത്ത്? പ്രോബ്ലം ഉണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ കാൻഡിഡേറ്റ് അല്ല നമ്മൾ ചെല്ലുന്നത്. കാൻഡിഡേറ്റ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു കാൻഡിഡേറ്റ് ആയിട്ട് ചിലപ്പോൾ ഇവർ ചിലപ്പോൾ ചെയ്യും. അതെ ഇത്രയും വലിയ എമൗണ്ടിന്റെ ഒക്കെ മനസ്സിലായി. ആയതുകൊണ്ടായിരിക്കും അവരതിന്റെ പുറകെ നിൽക്കാതോ അവരുടെ ബാക്കിയുള്ളവരുടെ സ്വാധീനമാണോ എനിക്കറിയില്ല. പഴത്തുനിന്ന് നമുക്ക് അതിനകത്ത് അവഗണനയാണ് കിട്ടിയത്. പിന്നെ നമ്മൾ അതിന്റെ ഓക്കെ പുറകെ നിന്നപ്പോൾ സമയത്ത്
നമുക്ക് മറ്റേ മണി സ്യൂട്ട് ഫയൽ ചെയ്യാം. കാരണം കോൺട്രാക്ട് ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് അത് വെച്ച് മണി അതെ സ്യൂട്ട് കോർട്ട് ഫയൽ ചെയ്യാം. പക്ഷെ അത് ചെയ്യേണ്ട സമയത്തേക്ക് വന്നപ്പോഴത്തേനും അതിനകത്ത് ഏതാണ്ട് ഒരു 11% അടുത്ത് പേയ്മെന്റ് 10% പ്ലസ് 1% കോൾ ഫീ എല്ലാം കൂടെ നമുക്ക് കെട്ടിവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഓക്കെ എമൗണ്ടിന്റെ ഒരു കെട്ടിവെക്കുന്നതിന്റെ ഒരു വലിയ എമൗണ്ട് ആണ്. പക്ഷെ ആ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതെ വേറെ പല കാര്യങ്ങളും കാൻഡിഡേറ്റ്സിന് സോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അപ്പൊ ആ ഒരു മനസ്സിലായി കാര്യം കാരണമാണ് പിന്നെ അതങ്ങനെ ഓക്കെ നീണ്ടു പോയത്. പക്ഷെ ഇപ്പൊ അത് ലൈവ് ആയിട്ടുണ്ട് അഭിഷേക്. ഇപ്പൊ അത് സോർട്ട് ഏകദേശം ഓക്കെ ലൈവ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോ വീണ്ടും കേസ് FIR വരുമോ? അറിയില്ല എഫ്ഐആർ ആണോ നമ്മൾ കോർട്ടിൽ കൂടെ മറ്റേ അല്ലാതെ ചെയ്യാനാണ് അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ അത് ഏത് ഓക്കെ രീതിയിലാണ് മനസ്സിലായി അഡ്വക്കേറ്റ് അത് ചെയ്യും. അതാണ് ഓക്കെ നമ്മൾ നോ ഇത്രയും പ്രോബ്ലം ഓക്കെ അനുഭവിച്ചു. ഈ 2 വർഷം പിന്നെ അടുത്ത ചോദ്യം നമ്മ ഈ 2 വർഷം നമുക്ക് ഇതൊന്നും തിരിഞ്ഞു നോക്കാനുള്ള ഒരു സമയമില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് പ്രശ്നമുണ്ട്. അതെ അതെ മനസ്സിലായി മനസ്സിലായി എയറിലായിരുന്നു മൊത്തത്തില്. എയറിലായിരുന്നു ഓക്കെ എയറിലായിരുന്നു. ശരി ശരി അപ്പൊ ഈ പൈസ ഒക്കെ എവിടെ പോയെന്നാണ് ഒരു പരിചയമില്ലാതെ ഇൻസ്റ്റാഗ്രാം വീഡിയോകളിൽ മാത്രം കണ്ട എന്നെ വിശ്വസിച്ച് ഞാൻ പറയുന്ന ആൾക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന UK എക്സ്പ്രസിലെ മെയിൻ കള്ളനും കൂടുതൽ കുട്ടികളെ പറ്റിച്ചിട്ടുള്ളത്, കൂടുതൽ കുട്ടികൾക്ക് ഞാനത് പൈസ ഇനിയും തിരിച്ചു കൊടുക്കാനുള്ളതുമായിട്ടുള്ള അതെ പ്ലസന്റ് കോൾ എന്ന് പറയുന്ന ഈ തങ്കക്കുളം 3 വർഷങ്ങൾക്ക് മുന്നേ തങ്കക്കുളം ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് 2 മാസം മുന്നിലെ UK എക്സ്പ്രസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ബന്ധപ്പെട്ടിരുന്നു. ഓ ഞാൻ അത് ചെയ്ത് കൊടുക്കുകയും അത് കാരണം അവർക്ക് നന്നായി ഒരുപാട് സ്റ്റുഡൻസിനെ കിട്ടുകയും ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞ് 2 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു വാട്സാപ്പിൽ ഇട്ട സ്റ്റോറിയിലൂടെ UK എക്സ്പ്രസിലെ പ്ലസന്റ് കോൾ എന്നെ ബന്ധപ്പെട്ടു. ബാക്കി എന്താണ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓ അത് യൂട്യൂബിൽ കണ്ട് ഇട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ പ്രശ്നമായത് അത് ഇട്ടത് ആ വീഡിയോ സത്യം അല്ല. നമ്മൾ തന്നെ മാനസികമായിട്ട് ഇത് പുറകെ നിൽക്കാത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരുന്നു ഈ 2 വർഷം. ഓക്കെ പിന്നെ ഈ മനസ്സിലായി ബ്രോ പറഞ്ഞല്ലോ ഇതിനകത്തിൽ പലരും വീട്ടിലെത്തിയെന്ന് പറഞ്ഞല്ലോ. ഈ അതെ അതെ വീട്ടിലെത്തിയതൊക്കെ എന്റെ മാത്രമല്ല, എന്റെ പാർട്ണറിന്റെ വീട്ടിലും എത്തി. അവരുടെയും കുടുംബങ്ങളും മാതാപിതാക്കളും ഉണ്ടായിരുന്നു. അതൊക്കെ ഓക്കെ മറ്റേ കാര്യങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ടത് ചിന്തിക്കാമല്ലോ നമുക്കത്. മനസ്സിലായി കടത്തിന്റെ പരിപാടികളും കാര്യങ്ങളും ആൾക്കാർ ഇല്ലെങ്കിൽ തെരഞ്ഞ് വീട്ടിൽ കയറി വരും അതിനകത്തേക്ക് അങ്ങനെ പല ഓക്കെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്തു പോയി. പിന്നെ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പൈസ വേണം നമുക്ക്. പിന്നെ അങ്ങോട്ട് മാത്രം കൊടുക്കൽ അങ്ങനെ എങ്ങനെയും പൈസ ഒക്കെ കിട്ടുന്ന അവിടെ കൊടുക്കുക അങ്ങനെ ആയിരുന്നു. എന്നിട്ട് ഓക്കെ ലാസ്റ്റ് മനസ്സിലായി 2024 എൻഡിലാണ് നമ്മൾ ഓഫീസ് ക്ലോസ് ചെയ്യുന്നത്. കാരണം ഉം. അതുവരെ നമ്മൾ പിടിച്ചു. കാരണം നമുക്ക് ആദ്യം ഓഫീസ് ക്ലോസ് ചെയ്ത് കൈയും കെട്ടി ഇവിടെ മുങ്ങി പോകായിരുന്നു. പക്ഷെ അങ്ങനെ പോയി കാൻഡിഡേറ്റ്സ് ഒക്കെ ടെൻഷനിലും വിഷമം ഇതിലേക്ക് പോകുമല്ലോ. ഓക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ഓക്കെ നമ്മൾ മാക്സിമം പിടിച്ചു നിന്നുള്ളത് ഓപ്പറേറ്റ് പറഞ്ഞാൽ. ബാക്കി പ്ലേ ചെയ്യാം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അമൽദേവിന ഇയാള് കഴിഞ്ഞ 2 വർഷമായിട്ട് ഒളിവിലാണ്. UK എവിടെ ഉണ്ടെന്നാണ് ലാസ്റ്റത്തെ അപ്ഡേഷൻ. ആരെങ്കിലും ഒരാൾ ഇയാളെ കാണുകയോ ബെസ്റ്റ് ഫ്രണ്ട് ഒളിവിലാണ് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതിനകത്തേക്ക് ആരെങ്കിലും കണ്ടെത്തി കൊടുക്കണം കേട്ടോ പ്ലീസ് ആരെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതി ഞങ്ങളും അതിന്റെ പുറകിലുണ്ട് പേടിക്കണ്ട അറിയുന്നതുമായിട്ട് എന്നെ ബന്ധപ്പെടും. ഇതൊരു ന്യായീകരണമോ കുറ്റസമ്മതമോ കിടന്ന് മെഴുകലോ എനിക്കിനി പറയാനുള്ളത് പിന്നെന്താ നിങ്ങളോടാണ്. എന്നെ വിശ്വസിക്കുന്നവർക്കും ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നവർക്കും എന്നെ പച്ചക്കറി പറയുന്നവർക്കും എന്നെ വെറുക്കുന്നവർ ഞാൻ കാരണം ഇപ്പൊ പച്ച പിടിച്ചുകൊണ്ടിരിക്കുന്നതും റീച്ച് കിട്ടുന്നതുമായിട്ടുള്ള കുറെ ഞങ്ങളെ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൽ കാണുന്ന പല വീഡിയോസും കണ്ട് പ്രതികരിക്കുന്ന നിങ്ങളോട് ഇത് ബാധിക്കുന്നത് എന്നെ മാത്രമല്ല എന്റെ ഫാമിലിയും കൂടിയാണ്. തട്ടിപ്പോ വെട്ടിപ്പോ പൈസയോ മാത്രമാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഒരിക്കലും എന്റെ വീഡിയോയിൽ എന്റെ ഫാമിലിയെ ഞാൻ ഉൾപ്പെടുത്താം. ഒരു ഫാമിലി ഇതിനകത്ത് ഒറ്റ കാര്യം ഞാൻ ബ്ലസൻ ചോദിച്ചോട്ടെ ബ്രോ, ഒരു കാര്യം ചോദിച്ചോ, അത് കണക്ട് ചെയ്ത് ചോദിച്ചോട്ടെ. ഈ പറയുന്ന നീരജയ്ക്ക് മാത്രമല്ല ഫാമിലി ഉള്ളത്, നമുക്ക് എല്ലാവർക്കും ഫാമിലി ഉണ്ട്. അതെ ഇവരെല്ലാം ഈ വിഷയത്തിൽ ഒരാളുടെ ബാധിക്കപ്പെട്ടവരാണ്. അച്ഛൻ മരിച്ചു ഈ ഒരു റീസൺ ഇതൊക്കെ കാരണം ഒരു വലിയൊരു കടമായിട്ട് ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊക്കെ ആൾക്കാർ ചെല്ലുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഇല്ല, എല്ലാ കാൻഡിഡേറ്റ്സ് നമ്മൾ ഓൾമോസ്റ്റ് സോർട്ട് ചെയ്തു. പിന്നെ എല്ലാവരോടും നമ്മൾ കോൺടാക്ട് ഉണ്ട്, എല്ലാവർക്കും പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അവരെല്ലാം ഓക്കെ ആണ്, അതെ വേറെ അതെ പ്രശ്നങ്ങളൊന്നും ഇനിയിപ്പോ ഇല്ലാതെ. അടുത്തത് അവർക്കൊക്കെ പൈസ തിരിച്ചു കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ചിലപ്പോൾ വരുന്നുണ്ടാവുക. എങ്കിലും പൈസ കൊടുത്തിരിക്കുന്നത് നിങ്ങളാണ്. പക്ഷെ നിങ്ങളെ പറ്റിച്ചത് നിങ്ങൾക്ക് ലീഗലായിട്ട് മൂവ് ചെയ്യുക ഒന്നാമത്തെ കേസ്. ഓക്കെ ഞങ്ങൾക്ക് പിന്നെ ഈ പറയുന്ന ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. ഈ പറയുന്ന നീരജയുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അമൽദേവിന്റെ അടുത്തുനിന്നോ നമുക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട യാതൊരു സപ്പോർട്ടും തന്നിട്ടില്ല. നീരജയ്ക്ക് അറ്റ്ലീസ്റ്റ് സപ്പോർട്ട്. നീരജ് ഒരു ഇൻഫ്ലുവൻസർ ആണ്. നീരജ് നേരത്തെ വിചാരിച്ചായിരുന്നെങ്കിൽ അമൽദേവിനെ കണ്ടുപിടിക്കുമെന്ന് അത്ര വലിയ പാടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീരജയുമായിട്ട് അതിനുശേഷം അമൽദേവ് കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴല്ല, ആ ടൈമിൽ ഉണ്ടായിരുന്നു. കാരണം നീരജ തന്നെ അമൽദേവിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്ന വോയിസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഫോൺ അതെ വിളിച്ചാൽ ഞാൻ ഇപ്പൊ എടുക്കുന്നുണ്ട്. ഈ ഒരു സെക്ഷൻ ഞാൻ ആക്ച്വലി ഇപ്പൊ ബ്ലസനെ മാത്രമേ കിട്ടിയുള്ളൂ. നീരജ വന്നില്ല, വിളിച്ചു വന്നില്ല. ഇനിയിപ്പോ അമൽദേവ് കാണുവാണെങ്കിലും നീരജ കാണുവാണെങ്കിലും ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 പേരെയും ഞാൻ ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ഈ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലായത് വെച്ച് കഴിഞ്ഞാൽ നീരജ ഇതിനകത്ത് ഇടനിലക്കാരി കഴിച്ചു. അതിനകത്ത് നല്ല രീതിയിൽ അതായത് COS തൊട്ട് പല കാര്യങ്ങളും വോയിസും പരിപാടികളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ബ്ലസനുമായിട്ട് ആദ്യകാലങ്ങളിൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് നീരജയായിരുന്നു. അതിനുശേഷം ഒരു പ്രശ്നത്തിന് ശേഷമാണ് അമലുമായിട്ട് ബന്ധപ്പെട്ടതും അമലിൻ്റെ നേരിട്ടുള്ള ബന്ധം ബ്ലസന് വരുന്നതും പിന്നെ കൂടുതൽ പൈസ അതിനകത്തേക്ക് പോകുന്നതും കാര്യങ്ങളൊക്കെ
ചെയ്തിരിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീരജ ഇത് ബാക്കി പൈസ കൊടുത്തിട്ടുള്ളത് അറിവുണ്ടോ ഇല്ലേ എന്നുള്ളതിന് നമുക്കൊരു തെളിവില്ല. പൈസ കൈപ്പറ്റിയതിന് ഒരു തെളിവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് വലിയ രീതിയിൽ ഫോഴ്സ് ചെയ്ത് പറയുന്നില്ല കൈപ്പറ്റി മേടിച്ചു എന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഇവൾ ത്രൂ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട്. അവൾ വിചാരിക്കുവാണെങ്കിൽ, അത് നീരജ വിചാരിക്കുവാണെങ്കിൽ അമലിനെ കണ്ടെത്താനും ഈ ഒരു പരിപാടി സോർട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ മരിച്ചു പോയ ഒരു ആള്, അതിപ്പോ ഞാൻ പറഞ്ഞ പോലെ തന്നെ കടങ്ങൾ പെരുകി സൂയിസൈഡ് ചെയ്താണ്. അപ്പൊ അതിനകത്ത് ഒരു ചെറിയ രീതിയിലേക്ക് ഒരു അപ്പോളജൈസ് ചോദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ ധാർഷ്ട്യം നിറഞ്ഞ രീതിയിലൊരു എന്താ പറയാ ഒരു ടോക്ക് മാറ്റിയിട്ട് ഈ തെറ്റ് അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഒരു വേ ഓഫ് ടോക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലെങ്കിൽ യൂട്യൂബേഴ്സ് എടുത്തിട്ട് നീരജനെ അലക്കുന്നത്. അതിന് മെയിൻ ആയിട്ടൊരു റീസൺ അതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്തിട്ട് ഇതിനു വേണ്ടി അമലിനെ കണ്ടെത്താനായിട്ട് മുന്നോട്ട് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ വേറെ രീതിയിൽ ആൾക്കാർ എടുത്തേനെ, ചിലപ്പോൾ നീരജയുടെ കൂടെ ആൾക്കാർ നിന്നേനെ, കൂടുതൽ ആൾക്കാർ നിന്നേനെ. ഓക്കെ, പക്ഷേ തെറ്റുപറ്റാം, എല്ലാവർക്കും തെറ്റുപറ്റാം, യൂട്യൂബേഴ്സിന് എല്ലാവർക്കും തെറ്റുപറ്റാം. പക്ഷെ അത് അംഗീകരിച്ചിട്ട് അതിന് വേണ്ടിയുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടുപേരെ എക്സ്പോസ് ചെയ്യാൻ പറഞ്ഞു, തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്തതിൽ ബ്ലസ്സനെ എക്സ്പോസ് ചെയ്തു, അതുപോലെ തന്നെ നമ്മുടെ അമലിനും എക്സ്പോസ് ചെയ്തു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഇങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പക്ഷേ അവിടെ അല്ലെ? എന്നെയാണ് എക്സ്പോസ് ചെയ്തത് കൂടുതൽ. ഞാൻ അതോട് പൈസ അതെ, അല്ല എടുത്ത അതാണ് ഞാൻ പോലെയാണ് നീരജ് ചോദിക്കുന്നത്. എക്സ്പോസ് എന്തുകൊണ്ട് ചെയ്തത്, അതെനിക്ക് അമലിന്റെ കൂടുതൽ മനസ്സിലാകുന്നില്ല. വേറെ ബോട്ട്സ് ഇതിനകത്ത് പുറത്ത് വിടുന്നില്ല? തീർച്ചയായിട്ടും ആ അമലിന്റെ മറ്റ് വേറെ ബോട്ട്സ് അവന്റെ വീട്, നാട്, അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന സ്ഥലങ്ങൾ, ഇനിയിപ്പോൾ നാട്ടുകാരുടെ അടുത്ത് എല്ലാവരും കൂടി പറയാം അമലിന്റെ ലൊക്കേഷൻസോ പരിപാടികളോ വീടോ നാടോ ഉണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, ഞങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത് തരിക. കാരണം ഇതിന്റെ ഒരു വശം അമലും കൂടി ഒന്ന് പറയട്ടെ അതിനകത്ത്, അല്ലെ? അമലും ഉറപ്പായിട്ടും നമ്മൾ സ്വാഗതം ഉറപ്പായിട്ടും. ചെയ്യുന്നു. ഞാൻ അത് കഴിഞ്ഞ ഓക്കെ, ദിവസം പറഞ്ഞു, എല്ലാവരും ഒരുമിച്ചിരുന്നാൽ ചിലപ്പോൾ ഒരു ഒറ്റയിരിപ്പ് ചിലപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്താം ഈ വിഷയം. അതെ. ഇല്ലെങ്കിൽ അതാണ് ഇനിയും നമുക്ക് വിഷയം. അവൾ ഇതിന്റെ റിയാക്ഷൻ പുറകെ വീഡിയോസ് വരും. ഒരു കാര്യമാണ് ഞാൻ പറയാൻ വിഷ്ണു, ഇതിന്റെ പുറകെ നിൽക്കാൻ തീരെ വയ്യ. കാരണം രണ്ട് വർഷമായിട്ട് നമ്മൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുക ബ്രോ. 2 വർഷമായിട്ട് മനസ്സിലായി. നമ്മൾ അതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതിൽ കൂടുതലൊന്നും ഇപ്പൊ ഈ നീരജ് ഇടുന്ന സ്റ്റോറിയിലൊന്നും അനുഭവിക്കാനില്ല, അത് വേറെ കാര്യം. ഇല്ല. അതുപോലെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നീരജ ഇവിടുന്ന് മേക്ക് ചെയ്തിരുന്ന സ്റ്റോറി എന്തായിക്കോട്ടെ, നമ്മൾ ഇപ്പോഴാ കാര്യങ്ങളുടെ പുറകെയാണ്, അത് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, എല്ലാ ഇതിപ്പോ കാൻഡിഡേറ്റ്സിനെ ഏകദേശം കൊണ്ട് നിങ്ങളുടെ സൈഡ് ഒരു ക്ലാരിറ്റി കിട്ടി. നീരജ ഇതേപോലെ വരുവാണെങ്കിൽ നീരജയുടെ അടുത്ത് നമ്മൾ ചോദിക്കും. മഹേഷ് ബ്രോ, ഒരു കാര്യം ഉണ്ടാവും ഞാൻ നിങ്ങൾ. പറയുവാണ്, ഇനി ഇതിന്റെ പുറകിലേക്ക് എനിക്ക് വൈകുന്നേരം ഇനി വീണ്ടും നമ്മൾ ഈ കോളിൽ ഇതിനകത്തെല്ലാം ഓൾമോസ്റ്റ് ആക്കിയെന്ന് ഞാൻ പ്രതീക്ഷിക്കും. ഇതിന്റെ പുറകെ ഇനി വീണ്ടും നിൽക്കാൻ ഓക്കെ, വയ്യ. നീരജ അല്ലെങ്കിൽ അമൽദേവുമായിട്ട് ലൈവോ കാര്യങ്ങളോ വരുവാണെങ്കിൽ ഞാൻ വരും. കാരണം എനിക്ക് ഈ കാര്യങ്ങൾ അവർ പറയട്ടെ എന്റെ ഫ്രണ്ടിൽ. എനിക്കപ്പം അല്ലാതെ ഇതൊരു വൺ മാൻ ഷോ പോലെ എനിക്കും പോകാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലായി. എനിക്കും താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ വേറൊരു വഴിയില്ല ഈ ഒരു വീഡിയോ. വഴിയില്ലായിരുന്നു കാരണം അതുകൊണ്ട്. ആൾക്കാർ ഇപ്പൊ മൊത്തം നമ്മൾ അവളെ ഫേവർ ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യാത്ത എന്നുള്ള രീതിക്കാണ് ആൾക്കാർ പറഞ്ഞു വരുന്നത്. എന്താണ് ഞാൻ ഇതിനകത്ത് വരാൻ ഞാൻ ആദ്യം മടിച്ചു ബ്രോനോട്, ഞാനത് മടി പറഞ്ഞു. ആദ്യം ലൈവ് നീരജ് പറഞ്ഞു. അതെ, ഉള്ളപ്പോൾ വരാന്ന് പറഞ്ഞു, അല്ല ഒറ്റയ്ക്ക് വരാൻ മടി പറഞ്ഞു, വേറെ ഒന്നുമല്ല. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വൺ പിന്നെ മാൻ ഞാൻ ഷോ വരാൻ ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അത് നോക്കിയപ്പോ തന്നെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നെ ഞാൻ നോക്കിയപ്പോ നീരജ് ഇടുന്ന എന്റെ മാത്രം ഫോട്ടോ. അപ്പൊ എല്ലാരും എന്താ പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കുന്നത് ഞാനാണ് പൈസ എടുത്തോണ്ട് പോയത്, നീരജിൽ നിന്ന് പൈസ അതെ, ഞാൻ അതെ, എടുത്തോണ്ട് പോയ പോലെയാണ് നീരജ് പിന്നെ കാര്യം അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് മനസ്സിലായി. ഞാനത് ക്ലിയർ ചെയ്യാൻ ഓക്കെ, വേണ്ടി വന്നത് ഇപ്പൊ. ഓൾ റൈറ്റ് ബ്രോ. എന്തായാലും ഇനി നമ്മൾ എന്തെങ്കിലും നീരജയുടെ കേസിൽ വിട്ടുപോയിട്ടുണ്ടോ? ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞതാണ്. എന്തായാലും ഉണ്ടെങ്കിൽ ബ്രോ ചോദിച്ചോളൂ, ഞാൻ പറയാൻ കഴിഞ്ഞ രാവിലെ ഇല്ല, എനിക്ക് ക്വസ്റ്റ്യൻസ് ഏകദേശം അവള് പറഞ്ഞ വീഡിയോസിന്റെ ക്ലാരിറ്റി ഒക്കെ കിട്ടി. പിന്നെ ആ അത് മാത്രമല്ല, നമ്മുടെ റെക്കോർഡിംഗ് സെക്ഷനിൽ ഇതിന്റെ ലിമിറ്റേഷൻ ഉണ്ട്. ഒരു 1 hour ഒരു 2 hours വരെ ഓക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നീരജയോ അമലോ ഒക്കെ വരുവാണെങ്കിൽ ഞാൻ വീണ്ടും വിളിക്കാം. ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം, ഓക്കെ. സംസാരിക്കാം അതിനകത്ത്. നമ്മൾ എല്ലാ കാൻഡിഡേറ്റ്സായിട്ടും കോൺടാക്റ്റിലുണ്ട്. കാര്യങ്ങൾ നമ്മൾ സോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സോർട്ട് ചെയ്യുകയും ചെയ്യും. നമുക്ക് തന്നെ ഒരു ഡേറ്റ് ഒക്കെ ഇട്ട് വെച്ച് ഈ ഡേറ്റിനുള്ളിൽ ഇത് മൊത്തം തീരുമാനമാക്കണം അല്ല, അത് ഞാൻ എന്നുള്ള രീതി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. മറ്റേ പാർട്ട്ണറായിട്ട് സംസാരിച്ച പുള്ളിയുടെ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് പുള്ളി ആക്ച്വലി ഉറങ്ങിയിട്ടേ ഇല്ല. 7 ദിവസമായി, 7 അതൊക്കെ ദിവസം ഒരു വല്ലാത്ത പട്ടിപ്പണി രീതിയിലൊക്കെ ആള് എടുത്തോണ്ടിരിക്കുന്നാണ് പറയുന്നത്. പണിയെടുക്കുന്നത് ഉള്ളത് പറഞ്ഞാൽ. ഓക്കെ, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഞാൻ ഇവരെ മുമ്പിൽ ഇരുത്തിയിട്ട് തന്നെ പറയാം, ഞാൻ ഒരിക്കലും ഇവരെ ന്യായീകരിക്കുന്നില്ല. അവരുടെ സൈഡ് പറഞ്ഞു. അതിനകത്തുള്ള ചില സംശയങ്ങൾ, നീരജ പറഞ്ഞ വീഡിയോസിലുള്ള ചില സംശയങ്ങൾ നമ്മൾ എടുത്ത് ചോദിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഒരാളുടെ പക്ഷം പിടിക്കാൻ നമ്മൾ നോക്കുന്നില്ല. അത് ഉള്ളതുള്ള പോലെ തന്നെ അങ്ങനെ തന്നെ എടുത്ത് പറയുവാണ് അതിനകത്തേക്ക്. ഞങ്ങളുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് ഓക്കെ, ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഈ നിൽക്കാൻ അവസ്ഥയില്ലാത്ത വന്നപ്പോൾ നമ്മൾ പലരുടെ അടുത്തൊന്നും സിയോസിൽ എടുക്കുകയും ഒക്കെ ചെയ്യാൻ പോയി. അതൊക്കെ നമ്മുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്കുകളാണ്. പറഞ്ഞത് കഴിഞ്ഞത് ഇനിയും പറഞ്ഞ കാര്യമില്ല. എന്തായാലും നമ്മൾ ഈ പരിപാടി നിർത്തി. കഴിഞ്ഞ വർഷം 2024 നിർത്തി. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ ഈ പരിപാടി തൊട്ടിട്ടില്ല, അതുകൊണ്ട് നല്ലത്. തൊടുകയില്ല. അത് നല്ലത് അയ്യ, മടുത്തു. അതിനകത്ത്. ഓക്കെ, നമ്മളൊരു ഓക്കെ, ഒരു കാര്യം ക്ലിയർ, നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങിയതല്ല, നമ്മളൊരു എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഇറങ്ങിയതാണ്. പിന്നെ ആ സമയത്ത് UK ഒരു പോക്ക് കാരണം നമ്മൾ ഇതിനകത്ത് വന്ന് പെട്ടുപോയതാണ്. ഓക്കെ, മനസ്സിലായി. എനിവേ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യണം ബ്രോ. ഇനി ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. താങ്ക് ഓക്കെ യു. ഓക്കെ ബ്രോ, താങ്ക് യു ഓക്കെ, സോ മച്ച്. ശരി, ഓക്കെ ബൈ. ഓക്കെ.